സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുമ്പോൾ സ്ഥാനാർത്ഥി ചിത്രം പൂർത്തിയാവുകയാണ്. അതിൽ വിമതരെ പിൻവലിപ്പിക്കാനുള്ള ശ്രമം അപ്പുറത്തും ഇപ്പുറത്തും പൂർണ്ണമായും വിജയിച്ചിട്ടില്ല എന്നതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലകം അടുക്കം ഇരു മുന്നണികൾക്കും വിനയാകും വിധത്തിൽ വിമതർമാർ കളം നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവരെ പിന്തിരിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ പാളിപ്പോയി. അവസാനം സമയം വരെ എല്ലാവരോടും സമവായത്തിന്റെ സമീപനം സ്വീകരിക്കും, അത് കഴിഞ്ഞാൽ പാർട്ടിക്ക് പുറത്ത് എന്ന വിരട്ടൽ കൊണ്ടൊന്നും ഗുണമുണ്ടായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇപ്പോഴത്തെ നിർണായക സ്വഭാവം നമുക്കറിയാം. അത് ഈ വിമതത്വം എന്തുമാത്രം മുന്നണികളെ ശല്യം ചെയ്യാൻ പോകുന്ന ഒന്നാണ്. പലയിടത്തും ആളുകളെ വിരട്ടി സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ചുവെന്ന പരാതി CPIM-നും BJP-ക്കുമെതിരെ അടക്കം ഉയർന്നു വരുന്നു. ജനാധിപത്യത്തിന്റെ ഒരു പ്രധാന സന്ദർഭമായ തെരഞ്ഞെടുപ്പിൽ ഈ തരത്തിൽ ആളുകളെ വിരട്ടി പിന്തിരിപ്പിക്കുക, എതിരാളികളില്ലാതെ മത്സരിച്ച് ജയിക്കുന്നു എന്നതിൽ ആനന്ദിക്കുക എന്നത് എന്തുമാത്രം ജനാധിപത്യപരമായി ഗുണപരമായ ഒരു സംഗതിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമാകുമ്പോൾ നമ്മൾ കാണുന്ന രാഷ്ട്രീയ ചിത്രം എന്താണ്? ഇന്ന് നോക്കൂ, ഇന്നിപ്പോൾ കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരായിട്ടുള്ള ലൈംഗികാരോപണത്തിന്റെ കൂടുതൽ ശക്തമായ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു എന്ന് അവകാശപ്പെടുമ്പോഴും കോൺഗ്രസിന്റെ സകല വേദികളിലും അയാൾക്ക് ആക്സസ് ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ വരണാധികാരിയെ കാണുന്നതിലെല്ലാം പ്രധാനിയായി അയാൾ പങ്കെടുക്കുന്നു. കോൺഗ്രസിന്റെ നേതാക്കൾ മടിയില്ലാതെ പതിയെ രാഹുലിനെ പിന്തുണച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാഹുൽ നിർബന്ധിച്ച് ഗർഭിണിയാക്കുകയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തുകയും ചെയ്യുന്ന തരത്തിൽ സ്ത്രീ അവകാശത്തിന് മേലെ കടന്നു കയറുന്ന ഒരാളാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പുറത്ത് പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ആക്ഷേപങ്ങൾ മറ്റു കക്ഷികൾക്ക് നേരെ ഉയർന്നു വരുന്നു. ഇത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോവുക, എങ്ങനെയാണ് അതിൻ്റെ അജണ്ടയെ തീരുമാനിക്കുക എന്നാണ് നമ്മൾ ഇന്നും ചർച്ച ചെയ്യുന്ന വിഷയം. എന്നോടൊപ്പം ശ്രീ നിജേഷ് അരവിന്ദ്, കോൺഗ്രസ് നേതാവ്, റെജി ലൂക്കോസ്, ഇടത് നിരീക്ഷകൻ, CPIM എന്നീ ചർച്ചയ്ക്ക് ആളുകളെ നിയോഗിക്കില്ല എന്നാണ് അറിയിച്ചത്. CS സജീവൻ, മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം CS സജീവൻ, നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് ചിത്രം പുറത്തു വന്ന ശേഷം വലിയ തോതിലുള്ള വിമതത്വം, ഞാൻ അതിലേക്ക് ആദ്യം പോവുകയാണ്. രണ്ട് പ്രധാന മുന്നണികളിലും കാണാം, BJP-യിലും അതുണ്ട്. എങ്ങനെയാണ് അത് ഈ തെരഞ്ഞെടുപ്പിനെ ഒരു സ്വാധീനിക്കുന്ന വലിയ ഘടകമാണെന്ന് പറയാൻ കഴിയുമോ? അതോ എല്ലാ തെരഞ്ഞെടുപ്പിനും പോലെ ഈ തെരഞ്ഞെടുപ്പിലും കുറേ വിമതർ അവിടെയും ഇവിടെയും, അത് ഏതെങ്കിലും മുന്നണികളുടെ അടിസ്ഥാനപരമായ സാധ്യതകളെ ചോദ്യം ചെയ്യുന്ന ഒന്നായിട്ട് മാറില്ല എന്നാണോ പറയാനാവുക? ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിമതന്മാരുണ്ടായാലും അത് കാര്യമായിട്ടുള്ള പ്രതിഫലനം ഉണ്ടാക്കാൻ സാധ്യതയില്ല. പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അതല്ല. വളരെ കുറഞ്ഞ വോട്ടർമാർ മാത്രമാണ് ഓരോ മണ്ഡലത്തിലും ഓരോ വാർഡിലും ഓരോ ഡിവിഷനിലും വിധി നിർണ്ണയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു വിമതൻ ഉണ്ടാവുക എന്നതിൻ്റെ അർത്ഥം ഒരാളുടെ പ്രതിഷേധം മാത്രമല്ല, ഒന്നിലേറെ ആളുകളുടെ, അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ പറ്റുന്ന കുറേ ആളുകളുടെ പ്രതിഷേധം കൂടിയാണല്ലോ അത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിമതൻ ഉണ്ടാകുന്നത് ഏത് സ്ഥലത്താണെങ്കിലും അത് പ്രശ്നം തന്നെയായിരിക്കും. കുറഞ്ഞ സ്ഥലം, വലിയ ഭൂരിപക്ഷത്തിൽ ഒക്കെ ഓരോ പാർട്ടികളും മുന്നണികളൊക്കെ ജയിക്കുന്ന സ്ഥലമാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ പല സ്ഥലങ്ങളിൽ നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ 4 വോട്ട് 10 വോട്ട് അങ്ങനെ കുറഞ്ഞ വോട്ടുകൾക്ക് പോലും വിജയിക്കുന്ന ആളുകളാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിമതൻ്റെ രംഗപ്രവേശം എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും ആ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. മാത്രമല്ല, വിമതൻ ആയിട്ട് നിന്നിട്ട് ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ വിരട്ടി പിന്മാറ്റിയാൽ പോലും ആ പിന്മാറുന്നതിൻ്റെ ഇത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു നടപടി മാത്രമാണ്. പക്ഷേ വോട്ടിൻ്റെ കാര്യത്തിൽ പലപ്പോഴും തിരിച്ചടിച്ചത് വരാം. അപ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇത്തവണ മുൻകാലങ്ങളിലൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ എല്ലാ മുന്നണികളും കടുത്ത രൂപത്തിലുള്ള വിമതശല്യം നേരിടുന്നുണ്ട്. ആ വിമതശല്യം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും സീറ്റ് കിട്ടാത്തതിൻ്റെ പേരുള്ള പ്രശ്നം മാത്രമല്ല, പാർട്ടിക്കകത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ പല നേതാക്കന്മാർ, ഇപ്പം വിമതന്മാരായിട്ട് നിൽക്കുന്ന പല ആളുകളും പറഞ്ഞിട്ടുള്ളത് പല നേതാക്കന്മാരുടെയും ധാർഷ്ട്യത്തെക്കുറിച്ചാണ്. അദ്ദേഹം ഇടപെട്ടിട്ട് എൻ്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കി, എനിക്ക് കിട്ടേണ്ടതായിരുന്നു, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത് ഒരാളുടെ പ്രതിഷേധമായിട്ട് ഒരാൾ വിമതനായി നിന്നു എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ നിൽക്കുന്ന കുറേ പേര് സാധാരണ ഇതിലൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇത്തവണ കാണുന്നത് ഈ കടുത്ത പ്രതിഷേധമാണ്. അത് പലപ്പോഴും ഈ ഓരോ സ്ഥാനാർത്ഥിയുടെ യഥാർത്ഥത്തിലുള്ള ഔദ്യോഗിക സ്ഥാനാർത്ഥികളുടെ വിജയത്തെ പലപ്പോഴും ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, അതിനകത്ത് നിജേഷ് അരവിന്ദ്, കോൺഗ്രസിനാണോ ഏറ്റവും വലിയ ഭാരം ഈ വിമതരെ കൊണ്ട്? നിങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് പരമപ്രധാനമാണല്ലോ. ഒരു സീറ്റ് പോലും നഷ്ടപ്പെടാൻ പാടില്ല, പരമാവധി നമ്പേഴ്സ് സൃഷ്ടിക്കുക എന്ന് നിങ്ങളെ സംബന്ധിച്ച് വലിയ ഉത്തരവാദിത്തമായിട്ട് മുമ്പിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് വേണം നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുമെന്ന് ജനത്തിന് അസംബ്ലിയിൽ തീരുമാനിക്കാൻ. അപ്പോൾ ആ കോർപ്പറേഷനിലടക്കം വിമതർ വന്നാൽ എന്ത് ചെയ്യും? ഈ തെരഞ്ഞെടുപ്പ് വളരെ വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്.
പതിനായിരക്കണക്കിന് സ്ഥാനാർത്ഥികൾ നേരിട്ട് മത്സരരംഗത്തേക്ക് വരുന്ന ഒരു ജനകീയ ജനാധിപത്യ യുദ്ധമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ പ്രശ്നങ്ങൾ, പാർട്ടിക്കിടയിൽ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അത് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും പറഞ്ഞു തീർക്കാനും 99.9% പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ വിശ്വാസം. പക്ഷേ അതിനപ്പുറത്താണ് നിഷാദ് ചോദിച്ച തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ. ആ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഏതെങ്കിലും വിമതർ എവിടെയെങ്കിലും ഉണ്ട് എന്ന് വിചാരിച്ച് തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ അപ്രസക്തമാവില്ല. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത് 2020 തെരഞ്ഞെടുപ്പ് കാലത്തെ ആണ്. നമ്മൾക്കറിയാം 2019 പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ് അതിനുശേഷം 2020 തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലുണ്ടായ കോവിഡ് കാലത്ത് കേരളത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ, എല്ലാ ദിവസവും വൈകുന്നേരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്നിട്ട് ജനങ്ങളോട് ചാനലുകളിലൂടെ സംസാരിക്കുന്നു. സീരിയൽ കാണുന്നതിനേക്കാൾ ആവേശത്തിൽ 6 മണിക്ക് കേരളത്തിലെ ജനത ഒന്നടങ്കം ടെലിവിഷൻ ചാനലിൻ്റെ മുമ്പിൽ കാത്തിരുന്നു. അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ കാത്തിരുന്ന ഒരു കാലം. അദ്ദേഹം പറഞ്ഞു ബ്രേക്ക് ദ ചെയിൻ, കടയിൽ പോകരുത്, മാസ്ക് ധരിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു മനുഷ്യരോട് മാത്രമല്ല നമ്മൾക്ക് പ്രതിപത്തി ഉണ്ടാവേണ്ടത്, ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കണം, പക്ഷികൾക്ക് വെള്ളം കൊടുക്കണം, പക്ഷികൾക്ക് തീറ്റ കൊടുക്കണം, തെരുവ് പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം. ഇതൊക്കെ പറയുന്ന സമയത്ത് കേരളത്തിലെ ജനത വളരെ സാഗൂതം ആ മനുഷ്യനെ വീക്ഷിച്ചു, അത് കേട്ടു. അക്കൂട്ടത്തിൽ കിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആ ഒരു ഭരണകൂടത്തിന് അനുകൂലമായ മാസ്ക് ഇട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോയ ഒരു കാലം, ആ കാലം വീട് കയറുമ്പോൾ നമ്മളൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടുണ്ട്. അകലത്തിൽ വെച്ചുകൊണ്ട് ജനങ്ങളോട് വോട്ട് ചോദിച്ച ഒരു കാലം. ആ കാലത്തിൽ നിന്ന് ഈ കാലത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നമ്മൾ കാണുന്നില്ല. നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്കറിയാം, ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇലക്ഷന് വീട്ടിൽ കയറുമ്പോൾ അവർ SIRന്റെ ഫോമും എടുത്ത് കാത്തിരിക്കുക. നമ്മൾ ആ ഫോം പൂരിപ്പിച്ച് കൊടുത്തിട്ട് വേണം അടുത്ത വീട്ടിലേക്ക് പോകാൻ. കേരളത്തിലെ ജനത SIR എന്ന് പറയുന്ന ഒറ്റ കാര്യത്തിൻ്റെ പേരിൽ ആശങ്കയിൽപ്പെട്ട് നിൽക്കുന്ന ഒരു കാലത്താണ് ഏതെങ്കിലും ഒരു ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്നിട്ട് SIR നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങൾ നിങ്ങളുടെ വോട്ട് ഉറപ്പുവരുത്തുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറയുന്ന ആർജവത്തോടു കൂടി പിണറായി വിജയൻ പറഞ്ഞു. പിണറായി വിജയൻ പറയുന്നില്ല. മറുഭാഗത്ത് വൃശ്ചിക മാസത്തിൽ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ശബരിമല കാലത്തേക്ക് കറുപ്പെടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആരാധിക്കുന്ന, അവരുടെ കാണിക്കയായി വെച്ച് ശബരിമലയിൽ കൊടുത്ത ആ ഓരോന്നോരോന്നായി അടിച്ചുമാറ്റിയതിൽ കേരളത്തിൻ്റെ മുൻ MLA മാർ, CPMന്റെ നേതാക്കന്മാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാർ തുടങ്ങി പാർട്ടിയോട് ബന്ധമുള്ള ആളുകൾ അമ്പലത്തിനകത്ത് മോഷണം നടത്തിയതിൻ്റെ കഥകൾ പുറത്തു വരുമ്പോൾ ജനങ്ങളെ നിങ്ങൾ പേടിക്കേണ്ട, കേരളത്തിനൊരു മുഖ്യമന്ത്രിയുണ്ട്, ആ മുഖ്യമന്ത്രി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം, ഇത് കട്ട ആളെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്നൊക്കെ കേരളത്തിലെ ജനതയോട് 6 മണി മുതൽ 7 മണി വരെ പറഞ്ഞാൽ നമ്മൾക്കത് കേൾക്കാമായിരുന്നു. PM ശ്രീ പദ്ധതി നമ്മൾക്ക് ഒരു ഭാഗത്ത് പാർട്ടിക്കകത്ത് തന്നെയുള്ള ആളുകൾ ഉയർത്തിയ PM ശ്രീ പദ്ധതിയെപ്പറ്റി നിങ്ങൾ ആശങ്കപ്പെടേണ്ട. ഒരു CPMന്റെ AIYF സ്വന്തം പാർട്ടിയിൽപ്പെട്ട CPIയുടെ യുവജന സംഘടനാ നേതാവ് SFIക്കാര നിങ്ങൾ മുണ്ടെടുത്ത് സമരം ചെയ്യരുത്, പാൻറ് ഉടുക്കണം, മുണ്ടെടുത്തു കഴിഞ്ഞാൽ മുണ്ടിൻ്റെ അടിയിലെ കാക്കി ട്രൗസർ പുറത്തു കാണാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ പോയി കേരളത്തിൻ്റെ മതേതരത്തെ കാണിക്ക വെച്ച പിണറായി വിജയന്റെ PM ശ്രീ പദ്ധതിയെപ്പറ്റി ഒരക്ഷരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവുമായിരുന്നു ആശങ്കയില്ലാത്ത ഒരു കേരളം ഉണ്ട് എന്ന്. ഇങ്ങനെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കേവലം ഒരു വിമതശല്യമോ അല്ല. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ്. കേരളം ഫേസ് ചെയ്യുന്ന, ഇന്ത്യ ഫേസ് ചെയ്യുന്ന വോട്ട് ചോരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കുന്ന ജനങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൽ നിന്നായിരിക്കും വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശമായാൽ കൂടിയെന്നാണ്. ഇന്നത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നിങ്ങളുടെ പ്രധാന നേതാവിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തൽ, പാലക്കാടാണല്ലോ അദ്ദേഹം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. പാലക്കാട് നഗരസഭ തിരിച്ചുപിടിക്കാൻ പോകുന്നുവെന്നാണ് ബൈ ഇലക്ഷനിലെ വിജയത്തിന് ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ചത്. അവിടെ ഇങ്ങനെ ഒരു ദുരാരോപണം നിരന്തരമായി കേൾക്കുന്ന ഒരാൾ മുഖ്യ പ്രചാരകനായി നിൽക്കുന്നതിൻ്റെ അപകടം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? വലിയ നേതാവ് എന്ന ആ പദമൊക്കെ നമ്മളൊന്നുകൂടി ആലോചിച്ച് ഉപയോഗിക്കുക. ഞങ്ങൾ എന്തായാലും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളെ താരപ്രചാരകനാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾ അത് ഒന്നുകിൽ തെളിയിക്കപ്പെടുന്നതുവരെ, പൊതുസമൂഹത്തിന് ആ വിഷയം പൂർണ്ണമായി മാറ്റപ്പെടുന്നതുവരെ ഔദ്യോഗികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അകത്തേക്കോ താരപ്രചാരണ രംഗത്തേക്കോ ഒന്നും അദ്ദേഹം കടന്നു വരില്ല.
കടന്നു വരില്ല. അതുകൊണ്ട് ആ വിഷയത്തിനെ ഇപ്പോൾ അവസരം നോക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി സാറെ ഒരു കാലത്ത് ആക്രമിച്ചതുപോലെ അവസരം നോക്കിക്കൊണ്ട് വെളിപ്പെടുത്തൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭൂതകാലം കേരളത്തിലുണ്ട്. ആ ഭൂതകാലം സ്വർണ്ണക്കൊള്ള കേരളത്തിലെ പത്രങ്ങളിൽ മാധ്യമങ്ങളിൽ വാർത്തയാകുമ്പോൾ MLA-മാർ ഗോതമ്പുണ്ട തിന്നാൻ തുടങ്ങുന്ന സമയത്ത് ഒരു വിശ്വാസ സമൂഹം മൊത്തമായിക്കൊണ്ട് ഈ സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും തിരിയുന്ന സമയത്ത് ഒരു ക്യാപ്സ്യൂൾ എന്ന നിലയ്ക്ക് കൊണ്ടുവന്നതാണ് എങ്കിൽ അത് ചീറ്റിപ്പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ല, ഈ വെളിപ്പെടുത്തൽ സ്ട്രാറ്റജി എന്ന് പറയുന്ന സംഗതി നിങ്ങൾക്ക് ആരോപിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിജേഷ്, ഒരു കാര്യമുണ്ട്, ഈ ഇടയ്ക്കിടയ്ക്ക് വെളിപ്പെടുത്തൽ വരാൻ സാധ്യതയുള്ള വഷളന്മാർ കൂടെ ഉണ്ടെങ്കിൽ അവരെ അങ്ങ് മാറ്റി നിർത്തുന്നതല്ലേ നിങ്ങൾക്ക് സേഫ് ആവാൻ ഏറ്റവും നല്ല മാർഗം. നിങ്ങൾ പക്ഷേ സസ്പെൻഡ് ചെയ്തെന്നൊക്കെ പറയുന്നു, അതിന്റെ കടലാസൊന്നും ഞാൻ കണ്ടില്ല. സസ്പെൻഡ് ചെയ്തതിന്റെ പേപ്പറൊന്നും ഇവിടെ ഇറങ്ങിയിട്ടില്ല. സസ്പെൻഡ് ചെയ്തതായിട്ട് നമുക്കൊട്ട് ഫീൽ ചെയ്യുന്നുമില്ല. പാലക്കാട്ടെ നേതാക്കന്മാർ മുഴുവൻ അയാളെ കൊണ്ടു നടക്കുകയാണ്. അവിടുത്തെ മുഴുവൻ പരിപാടിയിൽ അയാൾ പങ്കെടുക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ വരെ പങ്കെടുത്തു. അയാൾ പാർട്ടിയെ റെപ്രസെന്റ് ചെയ്ത് ഭരണാധികാരിയെ കാണുന്ന കണ്ടു. നിങ്ങൾ സസ്പെൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാലേ അതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. അതൊന്നും കോൺഗ്രസിലില്ല. അതിന്റെ വലിയ വർത്തമാനവും നിങ്ങൾ പറയല്ലേ? അല്ല, വലിയ വർത്തമാനം തന്നെയാണ് പറയുന്നത്. ഒരു MLA ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിനിടയിൽ അദ്ദേഹം എന്താ കോൺഗ്രസ് മെമ്പർമാരൊപ്പം ഇരുന്നോ? നിങ്ങൾ കണ്ടോ? ഞങ്ങൾ അവിടെ കത്ത് കൊടുത്തില്ലേ? നിയമസഭാ സെക്രട്ടറിക്ക്, സ്പീക്കർക്ക് കത്ത് കൊടുത്തില്ലേ ഞങ്ങളോട് പിരുത്തുണ്ടാകുന്നു? അത് അയാൾ ഒരു ദിവസം വന്ന് തിരിച്ചു പോയില്ലേ? ആ കടലാസിന് വിലയില്ല എന്നൊന്നും പറയണ്ട. കോൺഗ്രസിന്റെ ഔദ്യോഗികമായ KPC യോഗത്തിന് വന്നു. OJ ജനീഷ് ആണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്. OJ ജനീഷ് അല്ലാതെ അദ്ദേഹമാണോ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്? അദ്ദേഹം MLA സ്ഥാനത്ത് തുടരുന്നു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം MLA എന്ന നിലയിൽ ആ പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്തുള്ള പരിപാടികൾ പങ്കെടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം പരിപാടി പങ്കെടുക്കുന്ന ഒറ്റയ്ക്കല്ല. പാലക്കാട് നിയമസഭാ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ഒറ്റയ്ക്കല്ല, കൂടെ കോൺഗ്രസ്സുകാരുണ്ട്. അദ്ദേഹം ഒരു ദിവസം വന്നല്ലോ നിയമസഭയിൽ, കൂടെ കൊണ്ടുവന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവല്ലേ കൊണ്ടുവന്നത്. ഇവിടെ അദ്ദേഹം സ്ഥാനാർത്ഥി പ്രഖ്യാപന പരിപാടിയിലൊക്കെ പങ്കെടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കി അല്ലെ സസ്പെൻഡ് ചെയ്തെന്നൊക്കെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ശരിയാണ്. VD സതീശൻ്റെ കൂടെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല, നിയമസഭയിൽ പറ്റുന്നില്ല. താഴെ അയാളുടെ പ്രവർത്തന മണ്ഡലം ഏതാണ്? പാലക്കാടാണ്. അവിടെ അയാൾക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യം കോൺഗ്രസ്സുകാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ആഫീസിൽ പുള്ളി നിരന്തരമായി കയറി ഇറങ്ങി പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അതിന്മേൽ ഈ തർക്കിച്ച സമയങ്ങളുടെ കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരാളെ നിങ്ങളുടെ പ്രാദേശിക നേതൃത്വം കൊണ്ടു നടക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, പ്രാദേശിക നേതൃത്വം അങ്ങനെ ഒരാളെ കൊണ്ടു നടക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ വരുന്ന വെളിപ്പെടുത്തലിൻ്റെ ഭാരവും നിങ്ങളങ്ങ് എടുക്കണം. അത് രണ്ടും കൂടി അത് ഞങ്ങൾ എടുക്കത്തില്ല, ഇത് ഞങ്ങൾക്ക് വേണം താനും. ആ പരിപാടി എങ്ങനെ ശരിയാവുന്നേ? ആ വെളിപ്പെടുത്തലും അതിനുള്ള കേസും കാര്യങ്ങളും ഒക്കെ നടക്കട്ടെ, പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വരട്ടെ. അദ്ദേഹം പങ്കെടുത്ത ഒരു പരിപാടിക്കകത്ത് മന്ത്രി ശിവൻകുട്ടി പങ്കെടുത്തല്ലോ. അദ്ദേഹം ഒരുമിച്ചിരുന്ന് പരിപാടിയിൽ പങ്കെടുത്തില്ലേ? ഒരിക്കലും അവിടെ കയറാൻ സമ്മതിക്കില്ല, ഇറങ്ങിക്കഴിഞ്ഞാൽ തട്ടിക്കളയും എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം തന്നെ മന്ത്രി പരിപാടിയിൽ പങ്കെടുപ്പിച്ചല്ലോ. സസ്പെൻഷനുള്ള ഒരാൾക്ക് അയാൾ നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായി തന്നെ പോകുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം, നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി സസ്പെൻഷൻ ഓർഡർ ഇറക്കിയ പോലെ. ഓർഡർ ഒന്നും ഇറക്കിയിട്ടില്ല, പറഞ്ഞിട്ടേ ഉള്ളൂ. അല്ല, സസ്പെൻഷൻ ഓർഡർ ഇറങ്ങുകയും ഞങ്ങൾ നിയമസഭയിൽ കത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കേവലം ഈ ഒരു വിഷയത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള PM ശ്രീ ഉൾപ്പെടെയുള്ള SIR ഉൾപ്പെടെയുള്ള കേരളത്തിലെ സാധാരണക്കാരൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയിലെ സാധാരണക്കാരൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ഇത് വെച്ച് മറയ്ക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അതിന് ഞങ്ങൾക്ക് പറയാൻ ഇതിനേക്കാൾ വലിയ പ്രശ്നം കേരളത്തിലുണ്ട്. ഞാൻ സിമ്പിളായിട്ട് ചോദിക്കാം, ഇതിനേക്കാൾ വലിയ പ്രശ്നം കേരളത്തിലുണ്ട്. പക്ഷെ അടിക്കാനുള്ള വടി ആരാ കൊടുക്കുന്നേ? രാഹുൽ മാങ്കൂട്ടത്തിലെ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി. നിങ്ങളൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള സസ്പെൻഷൻ, കോൺഗ്രസിന്റെ ഒരു കടവരാന്തയിലും അയാളെ അടുപ്പിക്കില്ല എന്ന് നിലയെടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഈ കൊണ്ടുവരുന്ന പൊട്ടാസ് പൊട്ടില്ലായിരുന്നു. ഇതിപ്പോ സംഭവം അയാൾ തിരിച്ചു വരികയാണ്. അയാൾക്ക് മുസ്ലിം ലീഗിന്റെ വേദി കിട്ടുകയാണ്, കോൺഗ്രസിന്റെ വേദി കിട്ടുകയാണ്, പരിവാരങ്ങളായി കോൺഗ്രസിന്റെ ഖദറിട്ട നേതാക്കൾ വരികയാണ്. അപ്പോ വീഴുന്ന ഏത് ബോംബും പൊട്ടും. ചീറ്റിക്കാമായിരുന്നു മാറ്റി നിർത്തിയിരുന്നെങ്കിൽ. ഇപ്പൊ അയാളെ നൈസായിട്ട് നിങ്ങൾ കൊണ്ടുവരാൻ നോക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കും. ഞങ്ങളുടെ ഭാഗമായിട്ട് കയറ്റ അത് അതെങ്ങനെ പറ്റിയ? രണ്ടും കൂടെ പറ്റില്ല കേട്ടോ. നിഷാദിന് ഒരു സംശയവും വേണ്ട. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കടലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. നിയമസഭയിലുള്ള രേഖ അവിടെയുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം UDF നിയമസഭാ കക്ഷിയുടെ ഒപ്പം ഇരുന്നില്ല? അദ്ദേഹം സസ്പെൻഷനിലായത് കൊണ്ടല്ലേ, മാറ്റി നിർത്തിയത് കൊണ്ടല്ലേ? അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഏത് തരത്തിലാണെങ്കിലും ആ അന്വേഷണത്തെ
ഞങ്ങൾ സ്വാഗതം ചെയ്തതാണ്. അന്വേഷണം വരട്ടെ, തെളിയിക്കപ്പെടട്ടെ, മുന്നോട്ട് പോകട്ടെ. ഇനിയും പരാതികളുണ്ടെങ്കിൽ ആ പരാതികൾക്കനുസരിച്ചുള്ള അന്വേഷണ കമ്മീഷൻ വരട്ടെ. നമ്മളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിഷയം എടുത്ത് തലയിൽ വെക്കേണ്ട സാഹചര്യമില്ല. ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യം, നിങ്ങൾക്കറിയാമല്ലോ, ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട ചർച്ചയ്ക്കകത്തു നിന്ന് നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു CPIM-ന്റെ പ്രതികളെ അയക്കാൻ അവർ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ PM ശ്രീ പോലെയുള്ള SIR പോലെയുള്ള ശബരിമല പോലെയുള്ള സ്വർണ്ണക്കൊള്ള പോലെയുള്ള വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ CPM തയ്യാറല്ല. CPM തയ്യാറാവാതെ ഒളിച്ചോടുന്ന സമയത്ത് ചർച്ചയ്ക്ക് വന്ന ആളുകളോട് ഇതാണ് സബ്ജക്ട്. അത് ചർച്ച ചെയ്യാതെ കോൺഗ്രസിനെ നിങ്ങൾ സഹായിക്കുകയാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ പ്രതിനിധികളെ അയക്കാൻ കഴിയില്ല എന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. അല്ലെ, നിങ്ങളുടെ അജണ്ട എന്തെങ്കിലും ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ പറഞ്ഞത് നന്നായി. CPM പറയുന്ന അജണ്ട നിങ്ങൾ ചർച്ച ചെയ്യണം എന്ന് പറയാ. അത് അങ്ങനെ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ചയ്ക്ക് പോയപ്പോഴും പറഞ്ഞു, CPM ഇന്ന വിഷയമാണ് ചർച്ച ചെയ്യാൻ പറഞ്ഞത്, അത് ചെയ്യാത്തത് കൊണ്ട് അവരുടെ പ്രതിനിധികളെ അയക്കുന്നില്ല എന്ന്. അവർ ഭീഷണിപ്പെടുത്തി 14 സ്ഥാനാർത്ഥികളെ പിൻവലിച്ചതിനെ പറ്റി, ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തി കൊന്നുകളയും എന്ന് പറഞ്ഞതിനെ പറ്റി, പാർട്ടിയിൽ നിന്ന് വേർപെട്ട് വിമതനായി മത്സരിക്കുന്ന ആളുകളെ തട്ടിക്കളയും എന്ന് പറഞ്ഞതിനെ പറ്റി ചർച്ച ചെയ്യാൻ അവർ തയ്യാറല്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതല്ലേ? നമ്മൾ ഇന്ത്യ രാജ്യത്ത് BJP-യുടെ വോട്ട് ചോരിയെ പറ്റി, BJP-യുടെ ഭീഷണിയെ പറ്റി, BJP-യുടെ വോട്ട് വെട്ടൽ രാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ കേരളത്തിനകത്ത് ഇതുപോലെ സ്ഥാനാർത്ഥികളെ മത്സരിക്കാൻ പോലും അനുവദിക്കാത്ത കാടൻ മുറ ഉപയോഗിക്കുന്ന ജനത്തിന് മനസ്സിലാവുന്നതാണ് നിജേഷ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ശ്രീ റെജി ലൂക്കോസ്, ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം വരുമ്പോൾ നിങ്ങൾക്ക് എതിരില്ലാതെ ജയിക്കാൻ കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങൾ, മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ തന്നെ നിങ്ങൾ ആളുകളെ വരട്ടി പിന്മാറ്റുന്നു എന്ന ആക്ഷേപമുണ്ട്. അട്ടപ്പാടിയിൽ പിന്മാറിയില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് മുൻ പാർട്ടി നേതാവിനോട് അവിടുത്തെ ലോക്കൽ സെക്രട്ടറി പറയുന്നതിൻ്റെ ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. മലപ്പട്ടത്ത് സ്വന്തം ഒപ്പിട്ട് കൊടുത്തതിൻ്റെ സാക്ഷ്യം പറയാൻ സ്വന്തമായി വന്നിട്ടുമില്ല, ഇത് വ്യാജ ഒപ്പാണ് എന്ന് പറഞ്ഞ് വിരട്ടി ഓടിച്ചു എന്നാണ് UDF-ന്റെ ഒരു സ്ഥാനാർത്ഥി പറയുന്നത്. വിമതത്വത്തിന് പുറമെ ഉള്ള പ്രശ്നം അവിടെ നിൽക്കട്ടെ, അത് വേറെ കാര്യം. നിങ്ങളിങ്ങനെ ആളുകളെ വിരട്ടിയിട്ടാണോ പലയിടത്തും ജയിക്കാൻ പോകുന്നത്, ഞങ്ങൾക്കെതിരില്ല എന്ന് ഘോഷിക്കാൻ പോകുന്നത്? നിഷാദ്, അതിനു മുമ്പ് ഒരു സെന്റൻസിന് ഒരു മറുപടി പറയാം. ഈ കോൺഗ്രസിന് വേണ്ടി ചർച്ച പങ്കെടുക്കുന്ന സുഹൃത്ത് ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ CPM പാർട്ടി പ്രതിനിധികളെ വിടുന്നില്ല. ഇവരെത്രയോ ചർച്ചകളിൽ പ്രതിനിധികളെ വിടാതിരുന്നിട്ടുണ്ട്. ഞാൻ എത്രയോ ചർച്ചകളിൽ അവരോടൊപ്പം ചർച്ച ചെയ്തിട്ടുണ്ട്. നിത്യേനോളം ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാർ കേരളം ആദരിക്കുന്നൊരു വ്യക്തിത്വമാണ്. അതുപോലെ നമ്മുടെ ജോർജ് ജോസഫ് പൊടിവാർ സാറ്. അപ്പോൾ ഇവരെ പോലുള്ള മഹാന്മാർക്ക് മാത്രമേ ചാനലിൽ വന്നിരിക്കാൻ പറ്റത്തുള്ളൂ. അവരെ പോലുള്ള പരിണിതപ്രജ്ഞനായിട്ടുള്ള മുതിർന്ന കേരളം ആദരിക്കുന്നവർക്കൊന്നും ഈ വേദികളിൽ ഇരിക്കാൻ പറ്റുന്നതാണോ ഈ സുഹൃത്തിൻ്റെ ചോദ്യം ഇരിക്കുന്നത്? എത്രയൊക്കെ ലജ്ജാകരമായ കാര്യങ്ങളാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. ഈ ഇദ്ദേഹത്തിന് ആ സതീശനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുമോ? ഈ രാഹുൽ മാങ്കൂട്ടം മഹാനാണ്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞ് ഞങ്ങൾ താരപ്രചാരകനായിട്ട് അനുവദിച്ചില്ല. അദ്ദേഹം കേൾക്കണ്ട. നാളെ ഇദ്ദേഹത്തിനെതിരെ അദ്ദേഹം വരും. കാരണം വെച്ചാൽ ഇവരുടെ ഏറ്റവും വലിയ ഹീറോ പരിവേഷത്തിലാണ് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ട് നടിയെ വരെ ഇറക്കിക്കൊണ്ട് റീൽസൊക്കെ ഇറക്കി കേരളത്തിൽ പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഈ ഇലക്ഷനിൽ ജനങ്ങൾ വിധി എഴുതിക്കോളും. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതുന്നത് ഇത്തരം നാസ്റ്റി ആയിട്ടുള്ള വൃത്തികെട്ട രീതിയിലുള്ള സ്ത്രീകളെ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുക കാരണം അതേ വാക്ക് ഉപയോഗിച്ച് ഇവരുടെ ഒരു നേതാവിൻ്റെ ഭാര്യ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം, ഇത്തരക്കാരെയൊക്കെ കേരളത്തിൽ ചുമക്കുന്നതൊന്നുമല്ല കേരളത്തിലെ ജനങ്ങളെ വിധി എഴുതുന്നത്. കേരളത്തിലെ ജനങ്ങളെ വിധി എഴുതുന്നത് ഇവർക്കെതിരെയാണ് ടോട്ടലി. കാരണം എന്നറിയോ, ഇവരെ എങ്ങനെയാണ് ഒരു പഞ്ചായത്തിൽ പോലും വിജയിപ്പിക്കുന്നത്? ഇപ്പത്തെ പറഞ്ഞ ന്യായീകരണങ്ങളില്ലേ, ഇവരെ ആരെങ്കിലും വിജയിപ്പിക്കും? ഇവരെന്തെങ്കിലും പറയുന്നുണ്ടോ? ഇവർ ഇതുപോലെയുള്ള ആളുകളല്ലേ ചുമന്നുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ആളുകൾ എതിരില്ലാതെ തെരഞ്ഞെടുത്തുന്നത്. ഇത് കേരളത്തിൽ നല്ല തെരഞ്ഞെടുത്തേ, ഇവർക്ക് വേണ്ട കേസ് കൊടുക്കാൻ പോലെ. ഇവർക്ക് ജനാധിപത്യപരമായിട്ട് ഏതെല്ലാം രീതിയിൽ നടപടികൾ സ്വീകരിക്കാം. അവിടെ ഇലക്ഷൻ നിർത്താൻ ആളില്ലാതെ നിർത്തിയ ആളുകളുടെ എന്താ പറയാ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക തെറ്റായതിന്റെ പേരിൽ തള്ളിക്കളയുന്നത് ഞങ്ങളുടെ കുഴപ്പമാണോ? ഇപ്പൊ എറണാകുളത്ത് ഒരു ഡിവിഷനിൽ ഒരു സ്ഥാനാർത്ഥി ഡിവിഷന് പുറത്തുനിന്നുള്ളവരെ ഒപ്പിട്ടുകൊണ്ട് കൊടുത്തു. അകത്തുള്ളവർക്ക് ഒപ്പിടാനായിട്ട് ആരെയും കിട്ടിയില്ല. അത് തള്ളി, ഡമ്മി പോലുമില്ല. ഇങ്ങനെയുള്ള ഗതികേട് നിൽക്കുന്ന ഈ പാർട്ടിയെ കുറിച്ച് ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങളെ കുറിച്ച് നിങ്ങൾ എന്തും പറയൂ, ഞങ്ങളത് കേട്ടോളാം. ജനങ്ങളുടെ കോടതിയിലാണ് ഞങ്ങൾ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്നത്. അല്ലാതെ കണ്ട സ്ത്രീകളെ പീഡിപ്പിച്ച് ദേശീയ മാധ്യമങ്ങളിൽ പോലും ചർച്ചകളിൽ റിപ്പോർട്ടും വന്ന ഒരു നരാധമന് വേണ്ടിയിട്ട് ഞങ്ങൾ എങ്ങും പോയി കോക്കുക വിളിക്കുന്നില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഇവരുടെ ശൈലി അതാണ്. ഇവർക്ക് ഒരിക്കലും മാറാൻ പറ്റുന്നത്. ഇന്ന് പുറത്തു വന്ന് നിഷാദ് പറഞ്ഞല്ലോ, പുറത്തു വന്ന് ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ടൊരു പെൺകുട്ടി പറയുന്നു, ഐ ആം ടയേർഡ്, എനിക്ക് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. കൂട്ടി ഒരു തെറിയാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരുത്തനെ ചോന്നുകൊണ്ടെടുക്കുന്ന ഈ പാർട്ടി ഇരുന്ന് ന്യായീകരിക്കുകയാണ്. CPM എങ്ങാണ്ടൊക്കെ അത് ചെയ്തു ഇത് ചെയ്തു തെറി വിളിച്ചതോ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ. CPM ഭീഷണിപ്പെടുത്തിട്ടുണ്ട്, അതിന്റെ 10 ഇരട്ടി ഭീഷണി നിങ്ങൾ നേരിട്ടിയല്ലേ? അതിനുള്ള ആണത്തോ ചങ്കൂറ്റില്ലാത്തതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്.
ഇപ്പൊ കണ്ണൂര് ഓൾ ടുഗദർ 9 കണ്ണൂരും സഹിതം 9 പേർക്ക് എതിരില്ല. എന്തുകൊണ്ടാ? ജനങ്ങൾക്ക് അവർക്കെതിരെ നിൽക്കാനുള്ള സ്ഥാനാർത്ഥിയെ കിട്ടുന്നില്ല, ജനങ്ങൾക്കല്ല ഈ പാർട്ടിക്ക് കിട്ടുന്നില്ല. അത് ഞങ്ങളെന്ത് പഠിച്ചു? അത് ജനങ്ങളെ അടുത്തറിയുടെ ഏറ്റവും വലിയ വ്യാപനമല്ലേ, അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സംസാരിക്കുന്നത് എന്താ? അൾട്ടിമേറ്റ് ആയിട്ട് സംസാരിക്കുന്നത് വികസനമാണ്. 1,54,000 പേര് നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ടുണ്ട്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് പിൻവലിക്കുന്നത്. എന്തായാലും 1,45,000 ആളുകൾ ഈ പറയുന്ന ത്രിതല പഞ്ചായത്തിൽ കേരളത്തിൽ കോമ്പറ്റ് ചെയ്യുന്നുണ്ട്. ആരൊക്കെ ജയിച്ചു വരുന്നുള്ളവരും അത് തീരുമാനിക്കേണ്ടത് ആരാ? അത് കേരളത്തിലെ ജനങ്ങളാ, അല്ലാണ്ട് ഗുണ്ടായിസാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിളിച്ച് പിന്മാറിയില്ലെങ്കിൽ കൊന്നുകളയേണ്ടി വരും എന്ന് പറഞ്ഞ കേട്ടില്ല എല്ലാവരും. അപ്പൊ നിങ്ങൾ പറയണ ഞങ്ങളുടെ പാർട്ടി ഉത്കൃഷ്ട പാർട്ടിയാണെന്ന്. അതെല്ലാരും കേട്ടു. അത് സൗഹൃദത്തിൽ പറഞ്ഞ അവര് വർഷങ്ങളുടെ ബന്ധമുണ്ട്. 40 വർഷക്കാലത്തെ രാഷ്ട്രീയ പരിചയമുള്ള ആളാണ് അവിടെ വിമതനായിട്ട് നിൽക്കുന്നത്. ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അതിനെക്കുറിച്ച് പിന്നീട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. അതും സ്വാഭാവികം. നമ്മളെ ഞാൻ തട്ടിക്കളയെന്നൊക്കെ പറഞ്ഞ് തമാശയ്ക്ക് ആരെല്ലാം എന്തെല്ലാം പറയും. ഗൗരവമായിട്ട് പറയുന്നതാണോ? ഗൗരവമായിട്ടാണ് പറഞ്ഞതെങ്കിൽ നിങ്ങളുടെ ഭാഗത്തിന് വേണ്ടിയിട്ട് അല്ല ഇത് കേൾക്കൂ. അല്ല അതൊക്കെ സാധാരണ നമ്മളൊക്കെ പറയല്ല, പൂച്ചിക്കളി തട്ടിക്കളി എന്നൊക്കെ. അതൊക്കെ ഈ കൊളോക്കിയലായിട്ടുള്ള ചില പദങ്ങളാ. അതിനെതിരെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ലല്ലോ. പിന്നീട് ഈ കോൺഗ്രസ് പോലും കാര്യമായി ഇതിൽ പ്രതികരിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടാ? കോൺഗ്രസ് അറിയാം സൗഹാർദ്ദപരമായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്റെ ഈ നാമനിർദ്ദേശ പത്രികയിൽ ഞാനാണ് ഒപ്പുവെച്ചത്. ഒരു സംശയം വന്നപ്പോൾ ഞാൻ തന്നെ നേരിട്ട് പോയി പറഞ്ഞു ഞാൻ ഒപ്പുവെച്ചതാണെന്ന്, വ്യാജമാണെന്ന് പറഞ്ഞ് എന്നെ ഓടിച്ചു എന്നാണ്. അതിന് CPM ബഹളം വെച്ച് സമ്മർദ്ദം ഉണ്ടാക്കിയെന്നാണ്. അങ്ങനെയൊക്കെ കേൾപ്പിക്കാമോ ഒരു തെരഞ്ഞെടുപ്പിൽ CPM? അതെന്തൊരു തമാശ ചോദ്യമാണ് നിഷാദ്. അതായത് ചോദ്യത്തിന്റെ തമാശയല്ല ഞാൻ ഉൾക്കൊള്ളുന്നത്. അതായത് അതാണ് പറയുന്നത്, ഇവരുടെ പാർട്ടിക്ക് ഇവരുടെ കാൻഡിഡേറ്റിന് ഒപ്പിടാൻ പോലും അറിയത്തില്ല. പിന്നെ അയൽ ഡിവിഷനിൽ നിന്ന് അന്യ ജില്ലകളിലെ ഡിവിഷനിൽ നിന്ന് വന്ന് ഒപ്പിട്ട് കൊടുക്കുന്നു, അത് തള്ളിക്കളയുന്നു. അതല്ല ഞങ്ങളാണ് ഇവരെ നിയമിച്ചിരിക്കുന്നത്. ഇപ്പൊ ഒപ്പിടാൻ അറിയാൻ മേലത്തെ അത് ആ വാർത്ത ഞാനും കണ്ട. ആ ഒപ്പിടാൻ അറിയാൻ മേലത്തെ CPM-നെതിരെ കുറ്റപ്പെടുത്തുന്നത് അത് തള്ളിക്കളയുന്ന ആരെ? വരണാധികാരിയാണ് തള്ളിക്കളയുന്നത്. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന കൺസേൺ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ തള്ളിക്കളയുന്നത്. അതിനെന്തിനാണ് ഇവർ CPM-നെ വിളിച്ചായിരുന്നു ഒപ്പിടാൻ പഠിക്കുന്നവരെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കണ്ടേ? അങ്ങനെയാണ് ഞാനൊരു കാര്യം വളരെ എളിമയോടെ ചോദിക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ കാസർഗോഡ് DC നിന്നുണ്ടായ DCC-യിൽ ഞങ്ങൾ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു KPCC-യുടെ വൈസ് പ്രസിഡന്റും ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന M. ലിജു, വളരെ മാന്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു DCC വൈസ് പ്രസിഡന്റ് ഒരു പ്രവർത്തകനെ ആ DCC വെച്ചിട്ടുണ്ട് കുത്തുവാണ്, പള്ളക്കിട്ട് താങ്ങുവാണ്. ഒരു സിനിമയെ പോലും കാണാത്ത രീതിയിൽ മൃഗീയമായിട്ട് മർദ്ദിക്കുകയാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ആരെങ്കിലും വോട്ട് ചെയ്യുമോ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇവർക്ക് എത്ര വിമതരുള്ള? ഒറ്റ വാർഡിൽ തന്നെ 9 സ്ഥാനാർത്ഥികളുണ്ട് UDF-ന് കേരളത്തില്. നിങ്ങൾ ആലോചിച്ച് ഇത്രയധികം വിമതന്മാർ, ഇതിന് മാത്രം വിമതന്മാർ വന്ന് ബഹളം വെച്ച് തമ്മിലടിയും ബഹളം വെച്ച് ഒരു സ്ഥാനാർത്ഥി ഒരു പ്രാദേശിക ബോഡിയിലേക്ക് സ്ഥാനാർത്ഥിയാകാൻ മാത്രം എന്ത് നേട്ടം അതിനകത്തുണ്ടാകും? ഇത്ര തള്ളി നിൽക്കുകയാണ് ഇവർ ജനങ്ങളെ സേവിക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ എത്രയോ പെട്ടെന്ന് ഇവർ കേരളത്തിന്റെ ഭരണത്തിന് തിരിച്ചു വരേണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ പാർട്ടിയെ കുറച്ച് സഹതാപമുണ്ട്. അപ്പുറത്തൊരു സ്ഥലത്ത് ആത്മഹത്യ ചെയ്യുന്നു. ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ട് രക്ഷപ്പെട്ടു ഇപ്പൊ സ്ഥാനാർത്ഥി ആയിരിക്കുന്നു BJP-യിൽ. ഞങ്ങളുടെ പാർട്ടിയെ നോക്കൂ, ആകെപ്പാടെ 3 വിമതർ കേരളത്തിൽ വന്ന് ആ 3 വിമതരിൽ ഒരാളോട് 2 പേര് പിൻവലിച്ചു. ഞാനതാ പറഞ്ഞത്, 54,000 സ്ഥാനാർത്ഥികൾ കേരളത്തിലുണ്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. കേരളത്തിൽ ആരെ ജനങ്ങൾ തെരഞ്ഞെടുക്കും? ആർക്ക് വേണ്ടി വോട്ട് ചെയ്യും? ഏത് മുന്നണിക്ക് വോട്ട് ചെയ്യും? ഏത് സാഹചര്യത്തിൽ ഏത് വികസനത്തിന് വോട്ട് ചെയ്യും? ഇതുപോലെ പെണ്ണുപിടിയന്മാരെയും നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം ദ്രോഹിച്ച് ആ ഗർഭം കലക്കി അതിനെ മരണത്തിലേക്ക് തള്ളിവിട്ട് എന്ന് ആ പെൺകുട്ടി തന്നെ പരസ്യമായ ഓടിയിലൂടെ പുറത്തു വന്ന അവര് തന്നെ നേതൃത്വം നൽകുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന ഈ കേരളത്തിലെ ജനങ്ങൾ എന്താ ഇത്രയ്ക്ക് മണ്ടന്മാരാണോ? ഇവിടെ ബഹുമാനപ്പെട്ട സജീവൻ സാർ പ്രശ്നമാണോ കോൺഗ്രസിനെ സംബന്ധിച്ച്? അതായത് ഇന്നിപ്പോ പുറത്തു വന്നിട്ടുള്ള ഈ സംഗതി അത് പരമാവധി മേക്കപ്പ് ചെയ്യാനും കവറപ്പ് ചെയ്യാനുള്ള പരിശ്രമം കോൺഗ്രസ്സുകാരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് കോൺഗ്രസ്സുകാരുടെയും ഒരു ഗ്രൂപ്പ് ഓഫ് ലീഗുകാരുടെയൊക്കെ ഭാഗത്തു നിന്ന് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോഴും കാണുന്നു, ഈ മൊമെന്റിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നിപ്പോൾ V. ശിവൻകുട്ടി പറയുന്ന ഒരു സ്ത്രീ പീഡകനെ മുന്നിൽ നിർത്തി വോട്ട് ചോദിക്കുന്ന ആളുകളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അയാളെ മാറ്റി നിർത്താൻ, കള്ളത്തരം കാണിക്കാതെ, നാടകം കളിക്കാതെ മാറ്റി നിർത്താൻ തയ്യാറാകണമെന്ന്. സത്യത്തിൽ ഇന്നത്തെ ദിവസം കോൺഗ്രസിന് നല്ലൊരു അടി കിട്ടിയിട്ടുണ്ടോ ഇതിനകത്ത്? തീർച്ചയായിട്ടും. ഇപ്പം നിജേഷ് ഇവിടെ ന്യായീകരിച്ച് പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ വ്യക്തിയെ ഞാൻ പേര് പറയുന്നില്ല സസ്പെൻഡ് ചെയ്തു എന്നുള്ള കാര്യം. സസ്പെൻഡ് ചെയ്ത കാര്യം പുറത്ത് അന്ന് പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ സ്വാഭാവികമായിട്ട് നിയമസഭയിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ
താങ്കൾ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാണുന്നത് ഈ വ്യക്തി പാലക്കാടുള്ള എല്ലാ പരിപാടികളിലും അദ്ദേഹമുണ്ട്. MLA എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, പാർട്ടി ഓഫീസിലുണ്ട്, എല്ലാ പരിപാടികളിലും അദ്ദേഹം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സസ്പെൻഡ് ചെയ്ത ഒരാളെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നവരെ അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല. അങ്ങനെയുള്ള ഒരാളെ ഈ വേദികളിൽ ഉണ്ടാകുന്ന അദ്ദേഹത്തിന് സ്വാധീനമുണ്ടാക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹം വളരെ ശക്തമായി തന്നെ രംഗത്തുണ്ട്. ഇവിടെ പറഞ്ഞ പോലെ റെജി പറഞ്ഞ പോലെ സിനിമാ താരങ്ങളോടൊപ്പം ഒക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ നിൽപ്പ് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള കുറേ കാര്യങ്ങൾ. എന്നെ പിറകോട്ടാക്കാൻ ഇവിടെ ഒരു ശക്തിക്കും കഴിയില്ല, കോൺഗ്രസ്സുകാരിൽ തന്നെ ഒരാൾക്കും കഴിയില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉണ്ടായിരിക്കെയാണ് രണ്ടാമത്തെ ഈ ഓഡിയോ വരുന്നത്. അപ്പോൾ ആ ഓഡിയോ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തും. കാരണം ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരാളെ മാറ്റി നിർത്തിയാൽ, അതും വളരെ കൺവിൻസിങ് ആയിട്ടുള്ള തെളിവുകളൊക്കെ വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ പോലും അദ്ദേഹം തന്നെ രാജിവെച്ചും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? അതിന് കാരണം ഇത് ഏതാണ്ട് കൺവിൻസിങ് ആണ് കോൺഗ്രസ്സുകാർക്ക്. ആ പല ആളുകളെക്കുറിച്ച് കോൺഗ്രസ്സുകാർക്ക് തന്നെ വളരെ ശക്തമായ പ്രതിഷേധമുള്ള പല കാര്യങ്ങളും നമുക്കറിയാമല്ലോ. എല്ലാ പുറമേയുള്ള ആളുകളിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള യുവതികളെ തന്നെ ഇദ്ദേഹം എത്രമാത്രം പീഡിപ്പിച്ചു എന്നുള്ള കഥകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരാൾക്ക് വീണ്ടും പരവതാനി വിരിക്കുന്ന രീതിയിലേക്ക് പോയത് താങ്കൾ പറഞ്ഞല്ലോ, ഇത് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇതിന് ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. സജീവൻ, ഇതിനകത്ത് ഈ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം നിൽക്കുന്ന പ്ലാറ്റ്ഫോമിനോട് പാർട്ടിയോട് എന്തുമാത്രം പ്രതിപത്തി കാണിക്കും? ഇന്നിപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങളുടെ ഓഡിയോ ആണോ? അതപ്പോൾ അദ്ദേഹം മറുപടി പറയാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾ എപ്പോൾ ഒരു വ്യക്തത വരുത്തും? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് സൗകര്യമില്ല ഇപ്പോൾ വ്യക്തത വരുത്താൻ, എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ വ്യക്തത വരുത്തുമെന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. അപ്പോൾ അദ്ദേഹം വ്യക്തത വരുത്താൻ എത്ര സമയം എടുക്കുന്നോ അത്രയും കാലം ഈ പാർട്ടി തെരുവിൽ നിന്ന് മഴ നനയും, നാണം കെടും. ഇതിൻ്റെ പാനലിസ്റ്റുകളായി വരുന്നവർ, പ്രതിനിധികൾ ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവർക്ക് പ്രയാസപ്പെടേണ്ടി വരും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒരു പ്രിവിലേജ് എടുക്കുകയാണ്. എനിക്ക് സൗകര്യമുള്ളപ്പോഴേ ഞാൻ വ്യക്തത വരുത്തുന്നുള്ളൂ, എനിക്ക് സൗകര്യമുള്ളപ്പോഴേ ഞാൻ കേസ് കൊടുക്കുന്നുള്ളൂ, എനിക്ക് സൗകര്യമുള്ളപ്പോഴേ ഞാൻ മറുപടി പറയുന്നുള്ളൂ. പക്ഷെ അപ്പോൾ ബുദ്ധിമുട്ടുന്ന ആരാണ്? ഒരു എൻറ്റയർ പാർട്ടി സംവിധാനം മുഴുവൻ ബുദ്ധിമുട്ടുകയാണ്. അങ്ങനെയൊക്കെ വാശി പിടിക്കുന്ന ഒരാളെ ഇവരെന്തിന് താങ്ങുകയാണ്? ഇവർ പറയണ്ടേ, എപ്പോഴാണ് താങ്കൾക്ക് വ്യക്തത വരുത്താൻ പറ്റുക? ഒരു 3 മാസം കഴിയട്ടെ, എന്നാൽ 3 മാസം അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറയാൻ പോലെ ഈ പാർട്ടിക്ക് കഴിയാത്തെന്താണ് സജീവൻ? അത്ര വലിയ ആളാണോ കേരളത്തിലെ കോൺഗ്രസിന് ഈ മാങ്കൂട്ടത്തിൽ? രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ശക്തനായിരുന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹം എത്രമാത്രം സ്വാധീനമുള്ള ആളായിരുന്നുള്ള കാര്യം നമുക്കറിയാം. ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് സത്യത്തിൽ ഇപ്പം നിജേഷ് ഇവിടെ തുടങ്ങുന്നത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്രൂഷ്യലായിട്ടുള്ള, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സുപ്രധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഇതെന്നാണല്ലോ. ശരിയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ഒരു വിജയം, ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന മേൽക്കൈ, ആ മേൽക്കൈ വെച്ചുകൊണ്ട് വേണം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പോക്ക്. അവിടെ ഒരു സ്വാധീനം കിട്ടണമെങ്കിൽ, ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണമെങ്കിൽ UDFന് ഈ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ കിട്ടിയേ തീരൂ. കഴിഞ്ഞ തവണ ഉണ്ടായത് 2020 ഉണ്ടായതുപോലെ ഒരവസ്ഥയുണ്ടായിട്ട് കാര്യമില്ല. 2020 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ LDFനാണ് മേൽക്കൈ. അതിനപ്പുറത്തേക്കുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയണം. അതിനിടയിലുണ്ടായിട്ടുള്ള ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഈ സ്വാധീനം ഉണ്ടാക്കാനുള്ള പരമാവധി ശ്രമം നടത്തുമെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ നേരത്തെ പറഞ്ഞാണ്. അതിനുള്ള സാധ്യതകളുണ്ടായിരുന്നു. ഇപ്പം ഈ ഭരണവിരുദ്ധ വികാരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഈ ശബരിമല പ്രശ്നം ഉൾപ്പെടെയുള്ളത്. ഇത്തരം കാര്യങ്ങൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് മേൽക്കൈ നേടാൻ ഒരവസരം കിട്ടിയിട്ടും അവിടെയാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഒരാളെ ഇപ്പം നിജേഷ് പോലും ഇവിടെ പറയുമ്പോൾ നിജേഷിന് കൃത്യമായിട്ട് അറിയാമല്ലോ, പറഞ്ഞ് സ്ഥാപിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതിന് കാരണം ഈ ഒരു വ്യക്തി ഇത്രയും നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറേ ദിവസമായിട്ട്. അത്ഭുതത്തോടുകൂടി നമ്മൾ കാണുക. കാരണം കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന ആൾ ഏതാണ്ട് പാലക്കാട് മുഴുവനായിട്ട് വിഹരിച്ച് നടക്കുകയായിരുന്നു ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ. അല്ല സജീവ്, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇതിപ്പോൾ കോൺഗ്രസിനകത്ത് പലതരത്തിലുള്ള വിഭാഗീയ താല്പര്യങ്ങളുണ്ടെന്ന് നമുക്കറിയാം, തർക്കമില്ലാത്ത കാര്യമാണത്. അപ്പോൾ ഇദ്ദേഹത്തെ പുറത്താക്കുന്നതിന് പിന്നാലെയാണ് സത്യത്തിൽ അതുവരെ കോൺഗ്രസിലുണ്ടായിരുന്ന ഒരു യൂണിറ്റിക്ക് ഭംഗം വരുന്നത്. ഇവർ ഒരുമിച്ച് ക്യാപ്റ്റൻ സതീശൻ, പിന്നാലെ യുവ നേതാക്കളുടെ ഒരു നിര, വിഷ്ണുനാഥിൻ്റെ, ഷാഫിയുടെ ഒക്കെ നേതൃത്വം നിര, അങ്ങനെ ഒരു ബൈ ഇലക്ഷനിലൊക്കെ ജയിച്ച് ഇവർ ഭയങ്കര സംഭവമായിട്ട് വരുമ്പോഴാണല്ലോ ഈ സംഭവം ഉണ്ടാകുന്നത്. ഇതിൻ്റെ ധാർമ്മിക തലം വിടാം. ഇദ്ദേഹത്തെ പുറത്താക്കണമെന്ന് സതീശൻ വാശി പിടിക്കുന്നു, ഷാഫിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, അകത്താകപ്പാടെ ഒരു സംഘർഷം രൂപപ്പെടുക. അതോടെയാണല്ലോ ഇത് ശിഥിലമാവുകയും ഇവിടെ യൂണിറ്റി ഇല്ലാതാവുകയും പലതരത്തിൽ ഇവർ പെരുമാറുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനെ ഒരു സാധ്യതയാക്കാൻ സതീശൻ വിരുദ്ധതയുടെ സാധ്യത, ഷാഫി വിരുദ്ധതയുടെ സാധ്യത, ഇങ്ങനെ എല്ലാവരും കാണുകയാണ്.
അതിനപ്പുറം ഇദ്ദേഹത്തെ കൊണ്ടുകിടന്നാലുണ്ടാകുന്ന ആത്യന്തികമായ പാർട്ടിക്കുണ്ടാകുന്ന കുഴപ്പം ആരുടെയും വിഷയമല്ല. എല്ലാവരുടെയും താല്പര്യം ഗ്രൂപ്പ് താല്പര്യവും വ്യക്തി താല്പര്യവുമാണ്. അതിൻ്റെ പരിണിത ഫലമാണോ കോൺഗ്രസ് കാണുന്നത്? തീർച്ചയായിട്ടും. കാരണം കോൺഗ്രസിനകത്ത് നമുക്കറിയാവുന്നല്ലേ, നേരത്തെ സതീശനോടൊപ്പമായിരുന്നു ഷാഫിയും രാഹുലൊക്കെ ഉണ്ടായിരുന്നത്. അവരുടെ ഒരു ടീമാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എന്ന് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവരൊക്കെ ഒഴിവായിട്ടുള്ള ഐ ഗ്രൂപ്പ്. ഈ ഐ ഗ്രൂപ്പ് പറയുന്നത് രമേശ് ചെന്നിത്തലയോടൊപ്പമുള്ള ആളുകൾ അവരൊക്കെ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണല്ലോ. എ ഗ്രൂപ്പിന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. എ ഗ്രൂപ്പിലെ തന്നെ യുവ നേതാക്കന്മാർ പലരും പരസ്യമായി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ സതീശൻ വളരെ കൃത്യമായിട്ട് കൈവിട്ടു. പക്ഷേ ഷാഫി ഇദ്ദേഹത്തെ ഒപ്പം നിർത്തുകയാണ്. ഷാഫിയുടെ ഒരു പിൻബലത്തിലാണ് ഇപ്പോഴും രാഹുൽ ഉള്ളത്. ഇത് താങ്കൾ പറഞ്ഞ പോലെ ഓരോ നേതാക്കന്മാർക്കും ചിലരെ വെട്ടാനുള്ള ഒരവസരമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പ്രശ്നം വെച്ചുകൊണ്ട് അതിനെ മറയാക്കിക്കൊണ്ട് പരസ്പരം വെട്ടിത്തീർക്കാനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ എന്നൊരു കാര്യത്തിൽ തീരുമാനമാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കും. അവർക്ക് കിട്ടുമായിരുന്ന ഒരു നല്ല സുവർണാവസരം ഇപ്പോഴൊക്കെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം കുറേ ഉണ്ട്. അത് പരമാവധി ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ. ഇവിടെ അതല്ല. ഇത്തരത്തിൽ തിരിച്ചടികൾ വാങ്ങുന്ന രൂപത്തിൽ വളരെ കൃത്യമായിട്ട് ഇപ്പോഴത്തെ ഇന്നത്തെ സുപ്രധാനമായ പ്രശ്നം എന്തായിട്ട് മാറി ഇതായല്ലോ. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ പ്രശ്നം LDF ശക്തമായിട്ട് ഉന്നയിക്കുന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ അത് സ്വയം വടി കൊടുത്ത് അടി വാങ്ങുന്ന രീതിയിലേക്ക്, കോൺഗ്രസിന് അടി വാങ്ങുന്ന രൂപത്തിലേക്ക് നേതാക്കന്മാർ കളിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം. നിജേഷ് അരവിന്ദ്, അങ്ങനെ ഒരു പ്രശ്നത്തെ സത്യത്തിൽ നിങ്ങൾ നേരിടുന്നുണ്ടോ? അതായത് ഒരു സസ്പെൻഷൻ നിങ്ങൾ എടുക്കുന്നു, അത് നടപ്പിലാക്കാൻ കഴിയാത്ത കോൺഗ്രസ് ആണ് പാർട്ടി. അതങ്ങനെ ഒരു ഫ്രം ദ റൂട്ട് ടു ദ ഫ്രൂട്ട് അങ്ങനെ ഒരു ഭയങ്കര പ്രൊഫഷണൽ സംവിധാനമുള്ള പാർട്ടിയൊന്നുമില്ല. ജനാധിപത്യവും നിങ്ങൾ തന്നെ ഓമന പേരിൽ വിളിക്കുന്ന അത്രമേൽ തുറന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിൽ ഒരു സസ്പെൻഷൻ തീരുമാനിച്ചാൽ അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല അതിനെ പൂർണ്ണ സ്വഭാവത്തിൽ നടപ്പിലാക്കാൻ. അപ്പോൾ അതുകൊണ്ട് കുറേ ആളുകൾ ഈ സസ്പെൻഷൻ അംഗീകരിക്കുന്നില്ല, അവർ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നു, നടപടി വേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ചില ആളുകൾ സതീശൻ്റെ ഈ വാശി പിടിച്ച തീരുമാനത്തെ നമ്മൾ എതിർക്കേണ്ടതുണ്ടെന്ന് വിചാരിക്കുന്നവരുണ്ട്. സത്യത്തിൽ ഇദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു ഐക്യത്തിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അതുപോലും പോയില്ലേ? ഇദ്ദേഹത്തിനെതിരെ നടപടിക്ക് പിന്നാലെയാണല്ലോ സതീശനെ ചീത്ത വിളിക്കാൻ ഒരു കൂട്ടം കോൺഗ്രസ്സുകാർ തന്നെ സൈബർ സ്പേസിൽ ഇറങ്ങി വന്നത്. സത്യത്തിൽ ഈ എപ്പിസോഡ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ ഒരു ഐക്യത്തെ, യൂണിറ്റി, അതിൻ്റെ ഒരു പവറിനെ ബാധിച്ചിട്ടില്ലേ നിജേഷ്, സത്യസന്ധമായി പറഞ്ഞാൽ? ഈ വിഷയം ഉണ്ടായി, MLA-യുടെ പ്രശ്നം വന്നു. ആ സമയത്ത് CPM ഹാൻഡിലുകളിൽ നിന്ന് രാജിവെക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നു. ആ സമയത്ത് തന്നെ കോൺഗ്രസ് നമ്മുടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും അനിശ്ചിതകാലത്തേക്ക് വേറെ ഒരു ഉപാധിയുമില്ലാതെ മാറ്റി. ആ സമയത്ത് തന്നെയാണ് സർക്കാർ അന്വേഷണ കമ്മീഷനെ വെച്ചു, SIT-യെ വെച്ചു, പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചു, ക്രൈം ബ്രാഞ്ച്. ആ അന്വേഷണം മുന്നോട്ട് പോയി. കോൺഗ്രസ് വെയിറ്റ് ചെയ്തിരുന്നത് ആ അന്വേഷണ സംഘം എടുക്കുന്ന നിലപാടുകളെയായിരുന്നു. സ്വാഭാവികമായിട്ടൊരു ക്രൈമാണ് ചെയ്തത് എങ്കിൽ, അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി വന്നിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിനെതിരെ നടപടി വന്നിരുന്നുവെങ്കിൽ കോൺഗ്രസ് പാർട്ടി സർക്കാരിൻ്റെ അന്വേഷണ സംഘം എടുത്ത നടപടിക്ക് പിറകെ തന്നെ അടുത്ത ആക്ഷനിലേക്ക് പോകുമായിരുന്നു. ഞങ്ങളത് സാഗൂതം വീക്ഷിച്ചു. അതേ അന്വേഷണ കമ്മീഷൻ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. എവിടെയാണ് ആ അന്വേഷണ കമ്മീഷൻ എത്തിയത്? ഏത് കേസാണ് അയാൾക്കെതിരെ എടുത്തത്? ഏത് കേസിലാണ് അയാൾ ജയിലിലേക്ക് പോകാൻ പൊക്കിയത്? ഏത് കേസിലാണ് അയാൾക്കെതിരെ FIR ഇട്ടത്? തുടങ്ങിയ കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ സാഗൂതം വീക്ഷിച്ചു. എന്നാൽ കഴിഞ്ഞ 3-4 മാസമായി അങ്ങനെയൊന്ന് കേരളത്തിൽ സംഭവിക്കുന്നേയില്ല, ഞങ്ങൾ വീക്ഷിക്കുകയായിരുന്നു. അതിനപ്പുറം നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാർ ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മികത എന്നൊരു എലമെന്റ് ഇല്ലേ? ആ ധാർമ്മികതയെ മുൻനിർത്തി ഒരു പൊസിഷൻ എടുക്കാൻ ആവശ്യമായ സകല സംഗതികളും ആ ധാർമ്മികതയാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ആ ധാർമ്മികത ഇല്ല, കേവല നിയമപ്രശ്നം മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം എന്ന് പറയട്ടെ, അതിന് എനിക്കൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അതിനെന്താ നിങ്ങൾക്ക് ചോദിക്കാൻ പോലും രാഹുലിന് കഴിയാത്തതിന്റെ പ്രശ്നം രാഷ്ട്രീയ പാർട്ടിക്കാർ നിശ്ചയമായും കാത്തു സൂക്ഷിക്കണമെന്ന് നാം പൊതുവിൽ വിചാരിക്കുന്ന ധാർമ്മികതയാണ്. അതുപോലെ അതിനപ്പുറം കേസ് എവിടെ, അത് ചോദിക്കാൻ വേണമെങ്കിൽ ചോദിക്കാം, കേസൊന്നുമില്ല, പരാതിക്കാരിയില്ലല്ലോ. അല്ല ഞാൻ ചോദിച്ചത് കേസ് എവിടെ എന്നല്ല. ഈ വാർത്ത പുറത്തു വന്ന ഉടനെ കോൺഗ്രസ് പാർട്ടി ആക്ഷൻ എടുത്തു. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി.
അങ്ങനെ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ അന്വേഷണ കമ്മീഷൻ വെച്ചു, അന്വേഷണ സംഘത്തെ വെച്ചു. ആ അന്വേഷണ സംഘത്തെ കോൺഗ്രസ് ഒബ്സർവ് ചെയ്തു. സമാനമായ സമയത്ത് തന്നെയാണ് സ്വർണ്ണക്കൊള്ള വരുന്നത്. ആ സമയത്ത് തന്നെ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് SIT വരുന്നത്. ആ SIT നടപടിയുമായി മുന്നോട്ട് പോകുന്നു. ഒരു മുൻ എം എൽ എ അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലടയ്ക്കുന്നു. ഇതേ ധാർമ്മികത CPM-നും വേണ്ടേ? ശ്രീ സജീവൻ, ഇതേ ധാർമ്മികത ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് 3-ാമത്തെ ദിവസമായിട്ടും ആ ധാർമ്മികത, പത്മകുമാറിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള ധാർമ്മികത CPM-ന് വേണ്ടേ? ഞങ്ങൾ എടുത്ത ധാർമ്മികതയെങ്കിലും കുറ്റാരോപിതനായി കണ്ട ഉടനെ പ്രഥമ ദൃഷ്ട്യ കുറ്റാരോപിതനായ സമയത്ത് വരെ ഞങ്ങൾ മാറ്റി നിർത്തി, പാർലമെന്റ് മാറ്റി നിർത്തി. അദ്ദേഹം നിയമസഭയ്ക്കകത്ത് വന്നതിനെ ഞങ്ങൾ ന്യായീകരിച്ചോ? ഒരു MLA എങ്കിലും അങ്ങോട്ട് പോയോ? ഒരു MLA എങ്കിലും അദ്ദേഹത്തെ എടുത്ത് പോയി സംസാരിച്ചോ? പ്രൊട്ടക്ട് ചെയ്യാൻ പോയോ? ഇല്ല, പോയിട്ടില്ല. ആ നിലപാടിൽ ഞങ്ങൾക്ക് മാറ്റവുമില്ല. പിന്നെ പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കരുത്. അതിനുശേഷമാണ് ഷാഫി പറമ്പിൽ വർക്കിംഗ് പ്രസിഡന്റായിട്ട് വന്നിട്ടുള്ളത്. ഷാഫി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്ന രീതിയിലൊരു നെറേറ്റീവ് ഉണ്ടാക്കുന്നത് കുഴപ്പമില്ല. ഷാഫി പറമ്പിൽ അങ്ങനെ സസ്പെൻഷനിലായ ഒരാളുമായി ഒരു തരത്തിലും ബന്ധം സ്ഥാപിച്ചിട്ടുമില്ല. അതിനുശേഷം ഒരു പാർട്ടി ഓഫീസിനകത്തും അദ്ദേഹം കടന്നു വന്ന് പാലക്കാട് DCC-യിൽ വന്നിട്ടില്ല, KPC-യിൽ വന്നിട്ടില്ല. ആ തരത്തിൽ ഞങ്ങൾ അകലം പാലിച്ചു. നാളെ ഇനിയും പുറത്തേക്ക് വരുന്ന സമയത്ത് പാർട്ടി അതിൻ്റെതായ നടപടികളിലേക്ക് പോകും. ഞങ്ങൾക്കതിൽ ഒളിക്കാനുമില്ല, ഞങ്ങൾക്കതിൽ സംരക്ഷിക്കാനുമില്ല. ഉന്നത ധാർമ്മിക മൂല്യങ്ങൾ അതിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ അതിനോട് പ്രതികരിച്ചിട്ടുള്ളത്, നാളെ പ്രതികരിക്കാൻ പോകുന്നത്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. എന്നാൽ അതേപോലെ തന്നെ കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകളുടെ 10,000-കണക്കിന് ആളുകൾക്ക് ആശങ്കയുള്ള, നമ്മൾക്കൊക്കെ അറിയാവുന്ന ഒരു സാമൂഹ്യ സ്ഥാപനമായ ശബരിമലയ്ക്കകത്ത് നേരെ കയറി സ്വർണം കട്ടതിൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം MLA ഉണ്ടാകുമ്പോൾ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാകുമ്പോൾ, അവർ ഗോതമ്പുണ്ട തിന്നുമ്പോൾ, അവർ കയ്യാമം വെച്ചുകൊണ്ട് ജയിലിലേക്ക് പോകുമ്പോൾ അവിടെയും രാഷ്ട്രീയ ധാർമ്മികതയുടെ ചോദ്യം ഉന്നയിക്കാൻ തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അപ്പൊ ഇതിലെല്ലാം മുക്കാമെന്ന് CPM വിചാരിക്കേണ്ടതില്ല എന്നാണ്. ഞാൻ ഇടവേളെടുത്ത് തിരിച്ചു വരാം റെജി ലൂക്കോസിന്റെ മറുപടിയിലേക്ക്. ഒരു ബ്രേക്ക്. ചർച്ചയിലേക്ക് വീണ്ടും റെജി ലൂക്കോസ്, അപ്പോൾ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഡിയോ ക്ലിപ്പിൽ മുങ്ങും എന്നാണോ നിങ്ങളുടെ കോൺഫിഡൻസ്? അല്ല, ഓഡിയോ ക്ലിപ്പിക്ക് പുറത്തു കൊണ്ടത് ഞങ്ങളല്ലല്ലോ. അത് അദ്ദേഹത്തിന്റെ ഓഡിയോ ക്ലിപ്പിക്ക് പുറത്തു കൊണ്ടുവന്ന ഇവിടുത്തെ മാധ്യമങ്ങളാണ്, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത്. അയ്യപ്പന്റെ കേസ് അങ്ങനെ നടക്കട്ടെ, അയ്യപ്പന്റെ കേസിൽ പിടിക്കണമെന്നോ എല്ലാവരെയും പിടിക്കട്ടെ. ഇവിടെ അതല്ലല്ലോ വിഷയം. ഇവിടെ എനിക്കൊരു പ്രസക്തമായ കാര്യം ചോദിക്കാനില്ല. അദ്ദേഹത്തിന്റെ നടപടിയില്ല, പിന്നെ എന്തിനാണ് ഇവര്? അല്ല, അത് വിഷയമാണ്. അല്ല, അത് വിഷയമല്ലെന്ന് ആരും ഞങ്ങൾ പറഞ്ഞില്ല. അത് പിന്നെ മറയ്ക്കുമോ? ഞാനൊക്കെ എത്ര ഡിബേറ്റ് വന്ന് ഈ കള്ളന്മാരെ പിടിക്കണമെന്ന് പറഞ്ഞ ആളാ, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇവിടെ ഇപ്പോഴത്തെ വിഷയം അതല്ലല്ലോ. ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഒരു തെറ്റും ചെയ്തില്ല, പിന്നെ എന്തിനാ ഇവർ സസ്പെൻഡ് ചെയ്തേ? പിന്നെ എന്തിനാ ഇവർ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനത്ത് നിന്ന് അയാളെ ഒഴിവാക്കിയത്? എന്തിനാ? അതിനെന്തെങ്കിലും മറുപടി പറയാനുണ്ട്? ഇപ്പോഴും ആ മനുഷ്യനെ ന്യായീകരിക്കുക അവര്. അങ്ങനെയാണെന്നുണ്ട് എന്തുകൊണ്ടാണ് ന്യായീകരിച്ചൊന്നുമില്ല, അങ്ങനെ പറഞ്ഞു. ന്യായീകരിച്ചിട്ടില്ല, ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്, ഞങ്ങൾ അതിനെ ഓൺ ചെയ്യുന്നില്ല എന്നല്ലേ നിജേഷ് പറഞ്ഞത്? അല്ല, ഞാൻ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേര് ഇതുവരെ ഒരു നിയമ നടപടി ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പരാതി ഇല്ല എന്ന് പറഞ്ഞു. ഇന്നിപ്പോ ഏറ്റവും പുറത്തു വന്നിയ വാർത്ത എന്താ അറിയോ? ആ പെൺകുട്ടി മുഖ്യമന്ത്രി കാണാൻ തയ്യാറായിരിക്കുന്നു. മീഡിയ വൺ സഹിതം അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നാളെ എന്താണെന്നുള്ളൊരു നാളെ അറിയാം. ഇനിയിപ്പോ ആ പെൺകുട്ടി പരാതി കൊടുത്തില്ലെങ്കിലും ഈ മനുഷ്യനൊന്ന് നിഷേധിക്കാൻ വരെ ഈ 2 തവണ പുറത്തിറങ്ങിയ ഈ പറയുന്ന ഓഡിയോ എന്റേതല്ല. ഇനി അദ്ദേഹം പറഞ്ഞൊരു പമ്പര വിട്ടിട്ടുണ്ട്. MLA സ്ഥാനത്തിരിക്കുക അദ്ദേഹത്തിന് യോഗ്യത ഉണ്ടെന്നുള്ള ജനങ്ങൾ മനസ്സിലാക്കട്ടെ, അല്ല അവർ തിരിച്ചറിയട്ടെ. എന്താ അറിയോ? ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഈ ചെയ്ത പാർട്ടി ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ലൈസൻസ് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഉണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തിക്കുണ്ടോ? പ്രത്യേകിച്ച് ഒരു MLA-ക്കുണ്ടോ? എന്തൊക്കെയാണ് ആ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ജനങ്ങളെ കളിയാക്കുക, അധിക്ഷേപിക്കുകയും ചെയ്യുക എന്നതാണ്. പിന്നെ ഇവിടുത്തെ സണ്ണി ജോസഫ് MLA ഉണ്ട്, ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ്. ഈ KPCC പ്രസിഡന്റാണ് അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞത്. അദ്ദേഹത്തിന് ഞങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ഇരിട്ടിയിലെ വീട്ടിൽ വെച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞേ. ആ സസ്പെൻഡ് ചെയ്ത സണ്ണി ജോസഫ് തന്നെ 24 മണിക്കൂറിനുള്ളിൽ പറഞ്ഞു അദ്ദേഹത്തിനെ ഞങ്ങൾ ഒപ്പം നിർത്തും, അദ്ദേഹത്തിന് മറ്റു വേദികളിൽ വരുന്നതിന് യാതൊരു തടസ്സമില്ല എന്ന് പറഞ്ഞു. ഇന്ന് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു MLA ആണ് ഈ പറയുന്ന ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ്. BK ശ്രീകണ്ഠൻ വളരെ മോശമായ രീതിയിൽ തന്നെ സംസാരിച്ചു മാധ്യമങ്ങളോടൊത്ത് പാലക്കാട് വെച്ച്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പിന്നെ സ്വയം പിൻവലിച്ച് നാണം കെട്ടണമെന്ന്. അതിന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു ഒഴിവാക്കി സാമൂഹ്യ പ്രവർത്തനത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞ ആരാ? 2 പേരാ. ഒന്ന് ഉമാ തോമസ്, ഒന്ന് KK രമ. MLA അല്ലാത്ത ഷാനിമോൾ ഉസ്മാനും പറഞ്ഞില്ലേ? അവർ ഇതുവരെ അത് പിൻവലിച്ചിട്ടുണ്ടോ ഈ ചങ്ങാതിയുടെ ഈ വാക്കുകളെ കുറിച്ച്? പിന്നെ എങ്ങനെയാണ് ഇവർ ഈ പാലക്കാട് കോൺഗ്രസിന്റെ ഓഫീസിൽ ഇദ്ദേഹത്തിനെ കെട്ടിയിറക്കുന്നത്? ഒറ്റ ചോദ്യത്തിന് മറുപടി പറയാം. ഒന്നാമത് നമ്മുടെ വിഷയം ഇതല്ല, ഈ വിഷയത്തിലല്ല നമ്മുടെ ചർച്ച. അപ്പൊ അതിൽ തന്നെ നമ്മൾ ഈ നിൽക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. ആ വിഷയം ചർച്ച ചെയ്യാനല്ല നിജേഷിനെ വിളിച്ചിട്ടുള്ളതും.
ഇത് പഞ്ചായത്ത് ഇലക്ഷനിലെ വിഷയങ്ങളിൽ ഒന്ന് മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ പോയിന്റ് കൂടെ പറയൂ. ആവശ്യത്തിന് പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കുന്നത് അയ്യപ്പന്റെ സ്വർണം എന്ന് പറയുന്ന സംഗതി തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമേ അല്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഡിയോ ക്ലിപ്പ് മാത്രമാണ് വിഷയമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞങ്ങൾ ഇന്ന് രാവിലെ ഇത് വരുന്നോളം വരെ ഞങ്ങൾ അങ്ങനെ കരുതിയില്ല. ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമല്ലോ ജനങ്ങളുമായിട്ട്. ഇന്ന് രാവിലെ 11 മണിക്കല്ലേ ഇത് പുറത്തു വിടുന്നത്, അല്ല ഉച്ചയ്ക്ക് 1 മണിക്ക് അല്ലേ? അതിനു മുമ്പ് വരെ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലായിരുന്നോ? എത്ര പരിപാടി ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, എത്ര കൺവെൻഷൻ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, ജനങ്ങളുമായിട്ട് സംവാദിക്കുന്നുണ്ട്. വിഷയം തന്നെയാ സംശയമില്ല കാര്യത്തിൽ. ശബരിമല അയ്യപ്പന്റെ സന്നിധാനവും അവിടുത്തെ സർക്കാർ സ്വർണവും വാതിൽ വരെ പൊളിച്ചോണ്ട് പോയിരിക്കുന്നു. അതൊരു വിഷയം തന്നെയാണ്. CPM-കാരല്ലേ മോട്ടിച്ചത്? ആ ചോദ്യമല്ലേ ജനത്തിനുള്ളത്? അതിനൊരു മറുപടി വരാന്നേ. ഇത് കേൾക്കൂ. CPM-കാരാണോ മോട്ടിച്ചെന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ. അത് എന്നിട്ട് അതിന് മറുപടി പറയാം. പക്ഷെ ഇവിടെ ഒരു ഗവൺമെന്റിന് ഇച്ഛാശക്തി ഉള്ളത്. ഇനി CPM-ന്റെ ഒരു മുൻ MLA സാധനം പിടിച്ച് ജയിലിലിട്ടിരിക്കുക. അത് ആരാ? ഞങ്ങളുടെ പാർട്ടി ഗവൺമെന്റാ. ഇപ്പൊ കോടതിയാണ് അന്വേഷണം പ്രഖ്യാപിച്ചതും SIT അതാ പറഞ്ഞു വരുന്നേ. അന്വേഷണം മര്യാദയ്ക്ക് പോയില്ലേ കോടതി പിടിക്കും. നിഷാദെ ഒരു ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടത്തില്ല. ഞാനത് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് നിഷാദ് ഇടപെട്ടത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിലും അണ്ടറിലുമാണ് ഈ അന്വേഷണം നടക്കുന്നത്. തർക്കിക്കുന്നില്ല. പക്ഷെ പോലീസ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള അത് നിങ്ങൾ മറക്കരുത്. LDF ആയതുകൊണ്ടാണ് ഈ കള്ളന്മാരെ. കാരണം 2004 മുതൽ അവിടെ നുഴഞ്ഞു കയറി ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വാനാണ് ഈ കള്ളം പോറ്റി. അറിയാലോ, കള്ളം പോറ്റിന് 2004 അവിടെ പ്രവേശനം കിട്ടിയത്. അന്ന് അല്ലെന്ന് ഇത് കേൾക്കും. അങ്ങനെയാണെന്ന് ആ ഗോഡ് ഫാദർ ആരാ? പറയാം. SITയുടെ ഒരു അന്വേഷണം പത്രക്കാരോട് പറയാറില്ല. നിങ്ങൾ ഗസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറയുന്നതാ. ഞങ്ങൾ ഇതിനൊന്നും പറയാറില്ല. ഞങ്ങൾ ഈ പറഞ്ഞ വിദ്വാന്മാരെ തള്ളിക്കളെ. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് പത്മകുമാർ എന്തിനാ അറസ്റ്റ് ചെയ്തത്? ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. സംസ്ഥാന സെക്രട്ടറി കേൾക്കൂ. സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞ ഏത് വമ്പനാണെങ്കിലും ഏത് ഉന്നതനാണെങ്കിലും ശബരിമല വിഷയത്തിൽ ജയിലിൽ പോയിരിക്കുന്നു പറഞ്ഞു. ഒരാളിന് കളങ്കിതരായ ഒരാളിന് രക്ഷപ്പെടിയാലെന്ന് പറഞ്ഞു. ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു ശിവൻകുട്ടി. ആ ഉപ്പ് തിന്നൊരു വെള്ളം കുടിക്കും. അത് പത്മകുമാർ ആയാലും വാസു ആയാലും മുരാരി ബാബു ആയാലും ഈ പോറ്റിയാണെങ്കിലും വെള്ളം കുടിക്കും. അതിന് ഞങ്ങൾക്ക് യാതൊരു മടിയില്ല കാര്യത്തിൽ. പക്ഷേ പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് അദ്ദേഹം മരിച്ചുപോയി. കാലത്ത് ഒരു സാധനം അവിടെ നഷ്ടപ്പെട്ടു. അതിന്റെ പേര് വാജീവാഹനം എന്നാ. അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഞങ്ങളിവിടെ ചർച്ചയിലെടുത്തിടുന്നില്ല. അതും ഒരു മോഷണമായിരുന്നു, അല്ലെങ്കിൽ എടുത്തോണ്ട് പോയതാ സ്വന്തം വീട്ടിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട്. ഇതുവരെ തിരിച്ചെത്തിച്ചൊന്നുള്ള അറിയത്തില്ല അതെങ്ങനെ പുറത്തു വന്നത്. അപ്പൊ ആ സാധനം പുറത്തു വന്നത് ഈ അന്വേഷണത്തിലൂടെയാ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞുതരാം. കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് ഞങ്ങൾ പോയി വോട്ട് ചോദിക്കുന്നത് വികസനത്തിന് വേണ്ടിയിട്ടാ, നീതിപൂർവമുള്ള ഒരു സർക്കാരിന് വേണ്ടിയിട്ടാ, മതേതരത്തിനും ഒരു ചെറിയ ലാഞ്ചന പോലും വരാത്ത ഒരു ഭരണകൂടത്തിന് വേണ്ടിയിട്ടാ. ഇവരാർക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള അടി ജനങ്ങളെ കണ്ട് നാണം കെടുത്താൻ. കാസർഗോഡ് DC ഓഫീസിൽ പള്ളക്കെട്ട് കുത്തുന്ന കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് വോട്ട് ചോദിക്കാൻ. ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസത ഇത്തവണ 85% പ്രാദേശിക ബോഡിയിലും ചർച്ചയ്ക്ക് വിളിക്കുന്ന ആളുകൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഉണ്ടാവണം. പ്ലീസ് അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് മറുപടി പറയാൻ ഇല്ലാഞ്ഞിട്ടല്ല. പെണ്ണുപിടിനെയൊക്കെ വിമർശിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് കാണുന്നു. ആ സ്റ്റാൻഡേർഡ് ഞങ്ങൾക്കുള്ളൂ. ക്രൂരത കാണിക്കുന്ന നിജേഷിന്റെ ടേൺ. എവിടെയാണ് നിഷാദെ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറിന്റെ കാലത്ത് ശബരിമലയിൽ നിന്ന് എന്ത് കട്ടുകൊണ്ടുപോയി അയാൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ കാലത്ത് കട്ടുകൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ 10 കൊല്ലക്കാലം പിണറായി വിജയൻ എന്ന ഒരു മനുഷ്യൻ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി പിടിച്ചകത്തിട്ടുണ്ടായിരുന്നോ? ആഭ്യന്തരമന്ത്രിയുടെ വാഴപ്പിണ്ടിയായിരുന്നു. നിങ്ങളെ പോലെയുള്ള നപുംസകങ്ങൾ വന്ന് കളവ് പറയുന്നത് കേൾക്കാനല്ല ഞങ്ങൾ ഇരിക്കുന്നത്. ചർച്ചയ്ക്ക് കൊണ്ടുവരാം. ഇതുപോലെയുള്ള ആളുകളെ ചർച്ചയ്ക്ക് പോലത്തെ പ്ലാറ്റ്ഫോം കൊണ്ടുവരരുത്.
അല്ല റെജി നിങ്ങളുടെ നേതാക്കന്മാര് റെജി 10 വർഷം അല്ലല്ല ഒരു സെക്കൻഡ് പ്ലീസ് ഒരു സെക്കൻഡ് റെജി ഇതിനകത്തൊരു കാര്യമുണ്ട്. അതായത് റെജി ഇതിനകത്തൊരു കാര്യമുണ്ട്. 10 വർഷമായിട്ട് നിങ്ങൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളാണ് ദേവസ്വം ബോർഡും ഭരിക്കുന്നത്. നിങ്ങളുടെ ആൾക്കാരാണ് കട്ടുകൊണ്ടും പോകുന്നത്. അത് ചോദിക്കുമ്പോൾ 10 വർഷം മുമ്പ് വല്ല കൊണ്ടാ പിടിക്കണമായിരുന്നേ. നിങ്ങളല്ലേ എല്ലാ പവറും തന്നത്. ഇതെല്ലാം എടുത്ത് ഈ ഭരിക്കാനുള്ള അവകാശം, അന്വേഷിക്കാനുള്ള അവകാശം, കുറ്റക്കാരെ പിടിക്കാനുള്ള അവകാശം, സ്വർണം സംരക്ഷിക്കാനുള്ള അവകാശം, ഇതെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. 10 വർഷം മുമ്പ് നെഹ്റു ചെയ്തു എന്ന് മോദി പറഞ്ഞ പോലെ 10 വർഷം മുമ്പ് അവർ അതെന്തിനാ ആ വാട്ടർ ബോട്ടിൽ ജനത്തോട് വല്ലതും പറയാനുണ്ടെ പറ. ഈ കോൺഗ്രസിന്റെ പഴയ കഥ പറയാതെ. നിങ്ങളുടെ കയ്യിലായിരിക്കുന്ന 10 വർഷമായിട്ട് നിങ്ങൾ മോഷ്ടിച്ച കഥയാണ് ജനം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കോൺഗ്രസിന്റെ പണ്ട് പാത്രം മേടിച്ചപ്പം കുറച്ച് പൈസ പോയി എന്ന കഥയാണോ പറയുന്നത്? നിഷാദ് അങ്ങനെയല്ല. അതായത് തെറ്റ് ആരുടെ ഭാഗത്തുണ്ടായാലും അത് ചൂണ്ടിക്കാണിക്കുന്നല്ലേ ജനാധിപത്യത്തിൽ ചർച്ചയുടെ മര്യാദ. ചൂണ്ടിക്കാണിക്കുക മാത്രം പോലെ നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട്. കോൺഗ്രസ്സുകാർ മോഷ്ടിച്ചിട്ട് നിങ്ങളെ പിടിച്ച് ജയിലിലിടണം. അത് ചെയ്യാനാ 10 വർഷമായിട്ട് ജനം അധികാരം തന്നേക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാണ്? ഈ ഹൈക്കോടതി ഞങ്ങൾ എങ്ങനെയാ പിടിക്കുന്നത്? നിങ്ങളല്ലേ ഇപ്പൊ ഭരിക്കുന്നേ? 10 വർഷം മുമ്പത്തെ ഏത് കേസ്? അല്ല നിങ്ങളല്ലേ 10 വർഷമായിട്ട് നിങ്ങളല്ലേ ഇരിക്കുന്നേ? 10 വർഷമായിട്ട് നിങ്ങളല്ലേ ഇരിക്കുന്നേ? നിങ്ങൾ പ്രയാർ ഗോപാലകൃഷ്ണൻ കട്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പിടിക്കാൻ 10 വർഷം പോരായിരുന്നോ? ദേവസ്വം ബോർഡ് ഇത്രയും കാലം നിങ്ങളുടെ കയ്യിലായിരുന്നത്. നിങ്ങളുടെ നേതാക്കന്മാർ ആസൂത്രണത്തിലൂടെ മോഷ്ടിക്കുന്ന കഥയാണ്. ആരായാലും കോൺഗ്രസ്സുകാർ കട്ടെങ്കിൽ പിടിക്കാനാണ് പവർ തന്നിരിക്കുന്നത്. അല്ല കോൺഗ്രസ്സുകാർ കട്ടെങ്കിൽ പിടിക്കാനാണ് പവർ തന്നിരിക്കുന്നത്. ആ പവർ ഉപയോഗിക്കാതെ കട്ട എന്ന് പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് 10 വർഷമായിട്ട് നിങ്ങളുടെയാണ്. നിങ്ങളുടെ നേതാക്കന്മാർ ആസൂത്രണത്തിലൂടെ അയ്യപ്പന്റെ കാശടിച്ച കഥ പറയുമ്പോ പറഞ്ഞോ നിഷാദ് ഞാനൊരു സെക്കൻഡ് പറയട്ടെ. നിഷാദ് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ കട്ടോണ്ട് പോയെന്നൊരു വാക്ക് ഞാൻ പറഞ്ഞത്. അത് അയാൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറഞ്ഞതാ. പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്താണെന്ന് ഞാൻ പറഞ്ഞത്. അത് കറക്റ്റ്. അത് ഇവിടെ എന്നാ ദിവസം ഇവിടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നല്ലേ ഈ വാജിവാഹനം അവിടുന്ന് കൊണ്ടുപോയെന്ന് പറയുന്നത്. അല്ലാണ്ട് ഞാൻ അദ്ദേഹം കട്ടുന്നൊരു വാക്ക് പറയാം. അതിപ്പോൾ അയാൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ചർച്ചയെ പൊളിഞ്ഞടങ്ങി ഇപ്പൊ പലരും പറയുന്നത് ഉണയായിട്ട് വരില്ല. അതിന് ആ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. അതേ ഉള്ളൂ. അപ്പൊ അതും ചർച്ച ചെയ്യപ്പെടണം. ഇത് നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ മുമ്പിൽ മോളിൽ കൊണ്ടുപോയി ഈ പറയുന്ന മോഷണമെല്ലാം ചാർത്തുമ്പോൾ അവിടെ പിന്നെ ശിവകുമാറിന്റെ അനിയൻ അവിടുത്തെ അധികാര സ്ഥാനത്തിരുന്നപ്പോൾ 1,82,00,000 രൂപ തട്ടിക്കൊണ്ട് പോയില്ലേ? അത് ആർക്കും നിഷേധിക്കാൻ പറ്റും? അതിന്റെ പേര് കേസില്ലേ? ഒരു പാത്രം പോലും മേടിക്കാതെ 1,82,00,000 രൂപ അവിടുന്ന് അടിച്ചോണ്ട് പോയി, എഴുതിയെടുത്തോണ്ട് പോയി. അത് ഞങ്ങൾക്ക് മിണ്ടാൻ മേലേ? അത് പറയുന്നില്ല ഒരു ജനാധിപത്യത്തിലെ മര്യാദ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങോട്ട് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി കട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ കുറ്റപത്രം കൊടുത്ത് ജയിലിലാക്കാനുള്ള കെൽപ്പ് പിണറായി വിജയൻ കാണിക്കേ. അത് കാണിച്ചതിന് ശേഷം പറ 10 വർഷക്കാലം അത് പോരെ? 3650 ദിവസം പോരെ ഈ ഒരു പ്രതിയെ പിടിക്കാൻ? നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ആളുകളെ പിടിക്കാൻ ഇത്ര ദിവസം പോരെ? അതിനാവശ്യമുള്ള പോലീസിൽ എവിടെ? അതിനുള്ള സംവിധാനമില്ലേ? എന്തിന് നിങ്ങൾ കള്ളന് കഞ്ഞി വെച്ചു കൊടുത്തു? ഈ ചോദ്യമാണ് ചോദിക്കുന്നത്. ഇനി മേലാൽ വന്നിട്ട് വീണ്ടും പഴയ കാലത്ത് 10 കൊല്ലം മുമ്പ് കോൺഗ്രസ് കട്ടു എന്ന് പറയാതെ കട്ടവരെ പിടിച്ച് അകത്താക്കാനുള്ള ധൈര്യം കാണിക്കും. അത് പറ. ഓരോ ദിവസം വന്നിട്ട് ഇങ്ങനെ വിളമ്പല്ലേ? കള്ളന് കഞ്ഞി വെച്ച കഥകളൊന്നും പറയിപ്പിക്കരുത്. ഞാനത് പറയാൻ ഞാൻ പോകുന്നില്ല. നിങ്ങൾ എടുത്ത് ഒളിച്ചോടാനൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനിപ്പോ കൃത്യമായിട്ട് നിങ്ങൾ മറുപടി അർഹിക്കുന്നുമില്ല. ഒരാളെ തട്ടിക്കളയുമ്പോൾ അത് തമാശയാണ് എന്ന് പറയുന്ന ചങ്ങാതിയാ. നിങ്ങൾക്കൊന്നും മറുപടി പറയാൻ അർഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയാത്തത്. സജീവൻ ഇതിനകത്ത് ഇത്രയും ദിവസം കൊണ്ട് സത്യത്തിൽ ഇവിടെ സജീവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറയുന്നു, ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യം പറയുന്നു, അങ്ങനെ പലതരത്തിലുള്ള ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ കാര്യം പറയുന്നു, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. സത്യത്തിൽ നമ്മൾ ഇത്രയും ദിവസം പിന്നിടുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വെച്ചാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, തൊട്ടടുത്ത് നമ്മൾ അസംബ്ലി ഇലക്ഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ സത്യത്തിൽ ഇലക്ഷൻ മൂഡിലേക്ക് സ്റ്റേറ്റ് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനകത്തൊരു പൊതു അജണ്ട രൂപപ്പെട്ടു വന്നോ വിഷയമേത് എന്ന കാര്യത്തിൽ? ഇല്ല, ഒരു വിഷയത്തിൽ മാത്രമായിട്ട് അജണ്ട നിൽക്കില്ല. കാരണം എല്ലാ മുന്നണികളുടെയും എല്ലാ പാർട്ടികളുടെയും കാലിൽ മന്തുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും മറുപടി പറയേണ്ട പ്രശ്നമുണ്ട്. അവർ എത്രമാത്രം ന്യായീകരിച്ചാലും ഈ പ്രശ്നങ്ങളൊക്കെ അവരെ വേട്ടയാടുന്ന കാര്യമാണ്. ഇപ്പം ഈ കോൺഗ്രസിനെ വേട്ടയാടുന്ന ഒരു പ്രശ്നമാണെങ്കിൽ
ഇപ്പോൾ LDFനെ വേട്ടയാടുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നാണ് ശബരിമല പ്രശ്നം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഒരു വിഷയത്തിലേക്ക് തോന്നുന്നില്ല. ഇപ്പം വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു പോകുമ്പോഴും ഇത്തരം ശബരിമല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യം വരും. ഈ ചോദ്യങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പാകെ ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് ഇനി കൂടി വരികയാണ്. അതിനിടയിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ജനങ്ങൾ കൂട്ടിക്കിഴിച്ചായിരിക്കും അവസാനം വിധി എഴുതുക. ഒരു മുന്നണിയും ഒരു പാർട്ടിയും ഈ ഒരു പ്രശ്നവുമില്ലാത്ത അവസ്ഥയിലല്ല ഉള്ളത്. എല്ലാവരുടെയും എല്ലാ മുന്നണിയുടെയും എല്ലാ പാർട്ടിക്കാരുടെയും കാലിൽ ശരിയായ മന്തുണ്ട്. അവരത് മറച്ചു വെച്ചുകൊണ്ടാണ് മറ്റുള്ള ആളുകളെ മന്ദൻകാലൻ എന്ന് പറയുന്നത്. ഈ പ്രശ്നം തങ്ങളുടെ പ്രശ്നം ആരും കാണുന്നില്ല എന്ന് ഇവരാരും വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം ജനം ഇതെല്ലാം കാണുന്നു. ജനം അത് ഓരോന്നിനെയും എങ്ങനെ കാണുന്നു, എവിടെയൊക്കെ എത്ര മാർക്കിടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനൊന്ന് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ശ്രീ നിജേഷ് അരവിന്ദ്, സജീവൻ, റജി ലൂക്കോസ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനുള്ള വേള.